ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്? യെസ്, amount of space taken by a program to complete its execution. So space complexity denotes nothing but the amount of space that is taken by a program to complete its execution. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു പ്രോഗ്രാം ഫ്രം ബിഗിനിങ് ടു എൻഡ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ സ്പേസ് എടുക്കാറുണ്ട്? നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു ലാംഗ്വേജിൽ എഴുതിയ കോഡാണെങ്കിലും അതിന്റെ കമ്പൈൽ ചെയ്ത കോഡ് ആദ്യം അത് റാമിനകത്തോട്ട് എടുത്തിടും. റൈറ്റ്, പ്രോഗ്രാമിനെ ആദ്യം റാമിനകത്തോട്ട് ലോഡ് ചെയ്യും, എന്നിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ കോഡ് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സ്പേസ് വേണ്ടേ? സോ അതിന് സ്പേസ് വേണം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻസ്ട്രക്ഷൻ സ്പേസ്. ദാറ്റ് ഈസ് the space used for keeping your instructions. അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡാകാം, അതിലുള്ള ഫങ്ഷൻസിന്റെ കോഡാകാം, അതേപോലെ നമുക്ക് നമ്മൾ ഏതെങ്കിലും എക്സ്റ്റേണൽ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൈബ്രറീസിന് എടുത്ത് വെക്കുന്നതാവാം. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ നമ്മൾ എത്ര സ്പേസ് എടുക്കുന്നു അതാണ് ഇൻസ്ട്രക്ഷൻ സ്പേസ്. എത്ര സ്പേസ് എടുക്കുന്ന സ്പേസിനാണ് ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. റൈറ്റ്, int a is equal to 10 അല്ലെങ്കിൽ integer arr is equal to a bundle of values. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൺസ്റ്റന്റ് വേരിയബിൾസ് ഉണ്ടാവാം. കോൺസ്റ്റന്റ് ഇൻ പൈ ഈസ് ഈക്വൽ ടു 3.14 അങ്ങനെ നമുക്ക് കോൺസ്റ്റന്റ് വേരിയബിൾസ് ഒക്കെ ഉണ്ടാവും. സോ ഇതിനൊക്കെയും നമ്മൾ സ്പേസ് പ്രോഗ്രാമിൽ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനൊക്കെ? വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, അതുപോലെ എന്താ പറയാ, നമ്മൾ അറേസ്, ഇതിനൊക്കെ നമ്മൾ സ്പേസ് എടുക്കുന്നുണ്ട്. ആ സ്പേസിനെ നമ്മൾ ഡേറ്റ സ്പേസ് എന്ന് പറയും. ദ സ്പേസ് ടേക്കൺ ബൈ എ പ്രോഗ്രാം ടു സ്റ്റോർ ദി ആക്ച്വൽ ഡേറ്റ, ദാറ്റ് ഈസ് നോൺ ആസ് ഡേറ്റ സ്പേസ്. നെക്സ്റ്റ് വൺ എന്താ? ഇനി നമുക്കൊരു ഫംഗ്ഷൻ കോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോയിന്റിൽ നിന്നും ഞാനൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ബാക്ക് എൻഡിൽ ആ ഫംഗ്ഷന്റെ കോഡ് വേറെ ഏതോ ഒരു ഇൻസ്ട്രക്ഷൻ സ്പേസിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും അങ്ങോട്ട് ചാടി അത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. റൈറ്റ്, എവിടെ നിന്നാണോ പോയത്, ആരാണോ കോളർ, ആ കോളറിലോട്ട് തന്നെ തിരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കൺട്രോൾ വരണം. പ്രോഗ്രാമിനെ കൺട്രോൾ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കണം. റൈറ്റ്, എന്താ? ഫസ്റ്റ് വൺ എന്താ? തിരിച്ച് വരേണ്ടത് എങ്ങോട്ടാണെന്ന് നമ്മൾ സ്റ്റോർ ചെയ്യണം. റിട്ടേൺ അഡ്രസ്. റൈറ്റ്, അവിടെ എന്തെങ്കിലും ലോക്കൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവയുടെ സ്റ്റേറ്റസ്, റൈറ്റ്, സ്റ്റേറ്റസ് ഓഫ് ഓൾ വേരിയബിൾസ് അല്ലെങ്കിൽ അവയുടെ വാല്യൂസ് എന്ന് പറയാം. അവിടെയുള്ള എല്ലാ ലോക്കൽ വേരിയബിൾസിന്റെയും ഗ്ലോബൽ വേരിയബിൾസിന്റെയും കറണ്ട് വാല്യൂ, കറണ്ട് സ്റ്റേറ്റസ്, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. റൈറ്റ്, കാരണം തിരിച്ചു വരുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നോട്ട് റീസ്റ്റാർട്ട്, ആ പോയിന്റിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയണം. ഇനി അടുത്ത, നമ്മൾ എന്തെങ്കിലും ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ വാല്യൂ, ആക്ച്വൽ ഫോർമൽ പാരാമീറ്റർ വാല്യൂസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്റ്റാക്കിനകത്താണ്. റൈറ്റ്, ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ടാവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടാണ് ആക്ച്വലി ആ ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ആവുന്നത്. ആ സ്റ്റാക്കിന്റെ പേരാണ് റിക്കേഴ്സീവ് സ്റ്റാക്ക്. ഇത് കേട്ടിട്ടുണ്ടാവും. റിക്കേഴ്സീവ് സ്റ്റാക്ക് ഈസ് നത്തിങ് ബട്ട് ദ ഏരിയ വേർ യു സ്റ്റോർ ഓൾ യുവർ ഡേറ്റ ബിഫോർ യു എക്സിക്യൂട്ട് എ ഫംഗ്ഷൻ കോൾ. ഓക്കെ, ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് റിക്കേഴ്സീവ് സ്റ്റാക്ക്. സോ ഈ റിക്കേഴ്സീവ് സ്റ്റാക്കിനായിട്ട് എടുക്കുന്ന സ്പേസ്, അതുപോലെ എന്തെങ്കിലും പോയിന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പേസ്, അതിനെ നമ്മൾ എൻവിറോൺമെന്റ് സ്പേസ് എന്ന് വിളിക്കും. ലൈക് എൻവിറോൺമെന്റ് വേരിയബിൾസ് കേട്ടിട്ടുണ്ടാവും, ആർക്സ് കേട്ടിട്ടുണ്ടാവും. സോ അതിന് അതേപോലെ റിക്കേഴ്സീവ് സ്റ്റാക്സിന് ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിനെ എൻവിറോൺമെന്റ് സ്പേസ് എന്ന് വിളിക്കണം. സോ ഇൻ ടോട്ടൽ നമ്മൾ പറയുവാണെങ്കിൽ the space required by a program is the sum of all these spaces, right? But again, ഈ സ്പേസസിന് ചില കാര്യങ്ങൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഒരു പ്രോഗ്രാം ഇറ്റ് ടേക്സ് ആൻ ഇൻപുട്ട് എന്നാണെന്ന് വിചാരിക്കാം. ഒരു ഇന്റിജർ വാല്യൂ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിളിക്കും. അത് 10 പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ, 10 പ്രാവശ്യം അതിനെ കോൾ ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, എന്നിനുള്ള വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് ആ മാറുന്ന സാധനത്തിനാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാമിനെ 10 പ്രാവശ്യം വിളിക്കുവാണെങ്കിൽ ആ പ്രോഗ്രാമിൽ എന്തോ ഒരു സാധനം നമ്മൾ ഡേറ്റാസ് കുറച്ച് മാറ്റി കൊടുത്തിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റൻസസ് എന്ന് വിളിക്കാം. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഓർ ഇൻസ്റ്റൻസ് വാല്യൂസ്, ഇൻസ്റ്റേനിയസ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇൻസ്റ്റൻസസ് പല പ്രാവശ്യം അതിനെ വിളിക്കുമ്പോൾ
ഇതിൽ ചില സാധനങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചാലും ചില സ്പേസസ് മാറില്ല, പക്ഷെ ചില സ്പേസസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സ്പേസിനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം, ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ മെമ്മറി. ഓക്കെ, ഫിക്സ്ഡ് മെമ്മറി ആൻഡ് വേരിയബിൾ മെമ്മറി, ഫിക്സ്ഡ് സ്പേസ് ആൻഡ് വേരിയബിൾ സ്പേസ്. ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിക്സ്ഡ് സ്പേസ്. ഒരു പ്രോഗ്രാമിനെ ഒരു പ്രാവശ്യം എഴുതി ലോഡ് ചെയ്താൽ എത്ര പ്രാവശ്യം വിളിച്ചാലും അതിന് ഇൻസ്ട്രക്ഷൻസിന്റെ കൗണ്ട് മാറാൻ പോകുന്നില്ല. സോ ഇൻസ്ട്രക്ഷൻ സ്പേസ് ഇസ് ഓൾവേസ് എ ഫിക്സ്ഡ് വൺ. സോ ദിസ് ഇസ് ഓൾവേസ് എ ഫിക്സ്ഡ് വൺ. ഇനി ഡേറ്റ സ്പേസ്, അതിൽ രണ്ട് പാർട്സ് ഉണ്ട്. ഒരു നോർമൽ ഇൻറ്റിജർ വേരിയബിൾ അല്ലെങ്കിൽ നോർമൽ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂ മാറുമായിരിക്കും, പക്ഷെ അതിന് അലോക്കേറ്റ് ആവുന്ന സ്പേസ് മാറത്തില്ല. സോ അതെപ്പോഴും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു അറേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിലോ, സോ അവയുടെ സ്റ്റാക്ക്, നോർമൽ ക്യൂ, അങ്ങനെയുള്ള ഇംപ്ലിമെന്റേഷൻസ്, ലിങ്ക് ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ അതിന്റെ സൈസ് നമ്മുടെ ഓരോ ഇൻവൊക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഇൻസ്റ്റന്റേനിയസ് ആണ്. അപ്പൊ ഡേറ്റ സ്പേസിനകത്ത് നമ്മുടെ കോൺസ്റ്റൻസ്, നോർമൽ വേരിയബിൾസ്, ഇവയെല്ലാം നോർമൽ വേരിയബിൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾസ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്, ഇവക്ക് എന്താണ്, ഫിക്സ്ഡ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ സ്റ്റാക്കോ ക്യൂ അല്ലെങ്കിൽ അറേ, ക്യൂ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വേരിയബിൾ ആയിരിക്കും. കാരണം അവയുടെ സൈസ് ഓരോ കോളിനും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, റൈറ്റ്. സിമിലർലി എൻവിറോൺമെന്റ് സ്പേസ്, ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ 5 പ്രാവശ്യമായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ റിക്കേഴ്സീവ് സ്റ്റാക്കിന്റെ സൈസ് മാക്സിമം 5 ആയിരിക്കും, മാക്സിമം ആണ്. ഇനി ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ ആകെ 2 പ്രാവശ്യമായിരിക്കും റിക്കേഴ്സീവ് കോൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാക്കിന്റെ അളവോ 2. സോ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും റിക്കേഴ്സീവ് ആയിട്ടുള്ള സ്റ്റാക്കിന്റെ സൈസ് എന്താണ്, മാറിക്കൊണ്ടേയിരിക്കും. സോ എൻവിറോൺമെന്റ് സ്പേസ് നോർമലി വേരിയബിൾ ആയിരിക്കും, കാരണം അതെപ്പോഴും ഇൻസ്റ്റാനിയസ് ആണ്, അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിളിക്കുന്ന ഇതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും അല്ല, ചിലപ്പോൾ ഫിക്സ്ഡ് പ്രോഗ്രാംസിന്റെ എൻവിറോൺമെന്റ് വേരിയബിൾസ് എപ്പോഴും ഫിക്സ്ഡ് ആണെങ്കിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും. സോ നോർമലി നമുക്ക് പറയുന്നത് വേരിയബിൾ ആണ്. സോ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരേ പ്രോഗ്രാം 10 പ്രാവശ്യം വിളിക്കുമ്പോൾ 10 ഡിഫറെന്റ് സ്പേസ് ആയിരിക്കും യൂസ് ആവുന്നത്. അപ്പൊ എന്തിന്റെ ബേസിലായിരിക്കും നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി പറയുന്നത്? ഫിക്സ്ഡ് ആയിട്ടുള്ള കോമ്പണൻസിന്റെ ബേസിസിൽ പറയണോ? ഫിക്സ്ഡ് ആയിട്ടുള്ള കോമ്പണൻസിന്റെ ബേസിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് എപ്പോഴും ഫിക്സ് ആണ്, അത് മാറുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പറയുന്നത് ഈ വേരിയബിൾ ആയിട്ടുള്ള സ്പേസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് what would be the space complexity of a program. So space requirement of a program, S of P, P ആണ് പ്രോഗ്രാം എങ്കിൽ P എന്ന പ്രോഗ്രാമിന് ആവശ്യമായ സ്പേസ് S of P നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? C+SP. C എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ ഫിക്സ്ഡ് കോമ്പണന്റ്. സോ അതൊരു കോൺസ്റ്റന്റ് മെമ്മറി ആയിരിക്കും, പ്ലസ് ഇൻസ്റ്റൻസിനനുസരിച്ച് മാറുന്ന സ്പേസ്. ഇൻസ്റ്റൻസസ് അനുസരിച്ച് മാറുന്ന സ്പേസിനെ SP എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന് ഇങ്ങനെ ടേം യൂസ് ചെയ്യാം, ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിന് ഇങ്ങനത്തെ ടേം യൂസ് ചെയ്യാം, ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്. Okay, so space requirement of a program can be represented using this equation C+SP, where SP is the instance characteristic. And C വന്നിട്ട് ഈ പ്രോഗ്രാമിനെ 10 പ്രാവശ്യം വിളിച്ചാലും C കോൺസ്റ്റന്റ് ആയിരിക്കും, SP ആയിരിക്കും ആകെ വേരിയിങ് ആവുന്നത്. അത് നമുക്ക് ഈ കോൺസ്റ്റന്റിനെ ഇഗ്നോർ ചെയ്യാം, SP യുടെ ബേസിസിൽ മാത്രം നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഒരു നോർമൽ ആഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിലേക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ആഡ് എന്ന മെത്തേഡ് ഉണ്ട്. ആഡ് എന്ന മെത്തേഡ് മൊത്തം 3 വേരിയബിൾസിന് എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ഈ 3 വേരിയബിൾസ് ഉണ്ട്, പക്ഷെ ഈ 3 വേരിയബിൾസും നോർമൽ വേരിയബിൾസ് ആണ്, റൈറ്റ്? അതിന്റെ സൈസ് മാറത്തൊന്നുമില്ല, അതിന്റെ വാല്യൂ മാറാം, പക്ഷെ സൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ആകെ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, റിട്ടേൺ A + B + C / 3. അപ്പൊ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു 10 പ്രാവശ്യം വിളിച്ചാലും എയുടെയും ബിയുടെയും സിയുടെയും സൈസ് മാറാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്, അതായത് SP വാല്യൂ എന്തായിരിക്കും ഇതിനകത്ത്?
ഇതിനകത്ത് 0 ആയിരിക്കും. കാരണം ഇൻസ്റ്റൻസിനനുസരിച്ച് മാറുന്ന ഒരു വേരിയബിളും അല്ലെങ്കിൽ ഒരു എലമെന്റ് പോലും ആ ഒരു കോഡിനകത്തില്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞുകൂടെ സ്പേസ് കോംപ്ലക്സിറ്റി, ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O of 1. കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സ്പേസ് കോംപ്ലക്സിറ്റി. SP0 ആണെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്? ഈക്വൽ ടു കോൺസ്റ്റന്റ് മാത്രം. അപ്പൊ കോൺസ്റ്റന്റ് മാത്രമുള്ള സ്പേസ് കോംപ്ലക്സിറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? ബിഗ് O of 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ ബിഗ് O of 1 എന്താന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. പിന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ടൈമിങ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. ഈ നെക്സ്റ്റ് പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് Aad. ആ ഫംഗ്ഷനകത്ത് എന്താ, ഒരു അറേ എടുക്കുന്നുണ്ട്, ഒരു ഇന്റിജർ വാല്യൂ എടുക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഈ ഇന്റിജർ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. നോക്കിയേ, ഇവിടെ റിക്കേഴ്സീവ് കോൾ ആ ഉള്ളത്, കണ്ടോ? റിക്കേഴ്സീവ് കോൾ ഉണ്ട്. എന്നിട്ട് അറേനെ അങ്ങനെ തന്നെയാ പാസ് ചെയ്യുന്നത്. അപ്പം റിക്കേഴ്സീവ് കോൾ ഉണ്ട്, പക്ഷെ റിക്കേഴ്സീവ് കോൾസിൽ ഒരിക്കൽ പോലും എയുടെ വാല്യൂ മാറുന്നില്ല. അറേ അങ്ങനെ തന്നെയാ മാറ്റുന്നത്. അങ്ങനെ ഇങ്ങ് കൊടുക്കുക. എയുടെ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അറേ അങ്ങനെ ഇങ്ങ് പാസ് ചെയ്യുക. അപ്പം അറേയുടെ സൈസ് എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആണ്. പിന്നെ മാറുന്നത് എന്താ? n ആണ്. എന്നിന്റെ വാല്യൂ ആണ് മാറുന്നത്, അല്ലാതെ എന്നിന്റെ സൈസ് അവിടെ മാറുന്നില്ല. റൈറ്റ്? പിന്നെ എന്താ, നമ്മൾ ഒരു എലമെന്റിനെ കൂടെ ആഡ് ചെയ്ത് അതന്നെ റിട്ടേൺ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അറേക്ക് ഉണ്ട്, പക്ഷെ അറേയുടെ സൈസ് വലുതായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ ആകെ റിക്കേഷൻ ഉണ്ട്. അപ്പൊ കുറച്ച് എൻവിറോൺമെന്റ് സ്പേസ് ഇവിടെ യൂസ് ആയിട്ടുണ്ട്. റൈറ്റ്? ഇവിടെ റിക്കേഴ്സീവ് സ്പേസ് കുറച്ച് യൂസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ഈ ഫംഗ്ഷൻ കോൾ വിളിക്കുമ്പോൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു? ഈ ഫംഗ്ഷന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം എ സ്റ്റോർ ചെയ്യണം, രണ്ടാമത്തെ പാരാമീറ്റർ എൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇനി ഇതൊരു സാധനം റിട്ടേൺ ചെയ്യുന്നുണ്ട്, അപ്പൊ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യണം. റൈറ്റ്? ഇവിടെ ഒരു റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യണം. പിന്നെ ഇത് കൺട്രോൾ തിരിച്ചു വരാനായിട്ട് റിട്ടേൺ അഡ്രസ്സും സ്റ്റോർ ചെയ്യണം. സോ ഓരോ കോളിലും ഈ 4 സാധനങ്ങളുടെ വാല്യൂ നമ്മൾ സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്യണം. റൈറ്റ്? അപ്പൊ നമുക്ക് പറയാം 4 വേർഡ്സ്, 4 കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണം. റൈറ്റ്? ഇനി ഈ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വർക്ക് ആകും? ഇപ്പൊ എന്നിന്റെ വാല്യൂ ഒരു 4 ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. 4 കൊടുത്താൽ എന്ത് സംഭവിക്കും? ആദ്യത്തേല് 4 - 1 3 വെച്ച് കോൾ ആവും. ആദ്യം 4 വെച്ചൊരു കോൾ അടക്കും, പിന്നെ അത് 3 വെച്ചാവും, പിന്നെ 2 വെച്ചാവും, പിന്നെ 1 വെച്ചാവും. 0 ആകുമ്പോൾ റിട്ടേൺ 0 അടിക്കും. റൈറ്റ്? കറക്റ്റ് അല്ലേ? റിട്ടേൺ 0 അടിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ എക്സാമ്പിളിന് തന്നെ 4 എടുത്താണ്. ഇപ്പൊ 8 കൊടുക്കുകയാണെങ്കിൽ 8 വെച്ച് 7 വെച്ച് 6 വെച്ച് 5 വെച്ച് 4 വെച്ച് എക്സെട്ര അപ് ടു 0 വെച്ച് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് 0 വരുമ്പോൾ അത് റിട്ടേൺ ആവും. റൈറ്റ്? ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക, 0 ആകുമ്പോൾ റിട്ടേൺ 0 കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്? അപ്പൊ നമുക്ക് ആ 2 ഇത് വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? n ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അപ്പൊ നമ്മുടെ റിക്കർസീവ് കോൾ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? n ടൈംസ്. ഓരോ ടൈമും ഇത് 4 വേർഡ്സിനെ സ്റ്റാക്കിനകത്തോട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ സ്റ്റാക്കിന്റെ സൈസ് എന്തായിരിക്കും? 4n ആയിരിക്കില്ലേ? അപ്പൊ ഇവിടുത്തെ ചേഞ്ചിങ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് 4n ആയിരിക്കും സൈസ്. റൈറ്റ്? 4. ഇതിനെ നമ്മൾ ബിഗ് ഓഫ് n എന്ന് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇത്രയും വരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ഓൾ യു നീഡ് ടു നോ അബൌട്ട് സ്പേസ് കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് ടോപ്പിക്, ടൈം കോംപ്ലക്സിറ്റി. സോ അഗൈൻ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സ്പേസ് നീഡഡ് ഫോർ എ പ്രോഗ്രാം ടു കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും? Time needed for a program to complete its execution. Simple, right? Time complexity denotes the time that is required for a program to complete this execution. ഇനി ടൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതിയതിനു ശേഷം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ കമ്പൈൽ ചെയ്യും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. റൈറ്റ്? കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോഗ്രാമിന് നമ്മുടെ കമ്പൈലറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ചില ലാംഗ്വേജസ് എന്ന് വെച്ചാൽ കമ്പൈൽ ചെയ്ത് ഓരോ ലൈനും കമ്പൈൽ ചെയ്യും, ലൈക്ക് ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രറ്റ് എന്ന് വെച്ചാൽ ഓരോ ലൈൻ ബൈ ലൈൻ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ ഇന്റർപ്രറ്റിംഗ് എന്ന് പറയും. റൈറ്റ്? അപ്പോൾ നമുക്ക് കമ്പൈൽ ടൈം എന്ന് പറയുന്ന സാധനം അതൊരു വേറെയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. ബിക്കോസ് ചില ലാംഗ്വേജസ് C++ ആണെങ്കിൽ കമ്പൈലേഷൻ ചെയ്തതിന് ശേഷം ചെയ്ത പ്രോഗ്രാമിനെ ആയിരിക്കും നമ്മളെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ കമ്പൈൽ ടൈം സെപ്പറേറ്റും എക്സിക്യൂഷൻ ടൈം സെപ്പറേറ്റും ആയിട്ട് വരും. ചില ഇന്റർപ്രറ്റിംഗ് ലാംഗ്വേജസിലാണെങ്കിലോ കമ്പൈൽ ടൈമും കമ്പൈലേഷനും എക്സിക്യൂഷനും സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. എനിവേ നമുക്ക് പറയാം, the amount of time required for a program to complete this execution depends upon 2 different times. One is compile time and other is execution time. Compile time എന്ന് വെച്ചാൽ the time required for compiling a program,
and execution is after the compilation. The program has to be loaded into your memory, and then it has to be started. It has to start its execution and complete its execution, giving you final results. അപ്പോൾ അതിനെടുക്കുന്ന ടൈമിന് നമ്മൾ എക്സിക്യൂഷൻ ടൈം എന്ന് പറയും. ഇതിൽ നോക്കുവാണെങ്കിൽ ഇതിനകത്തും ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും ഫിക്സ്ഡ്? നമ്മുടെ കമ്പൈൽ ടൈം തന്നെ, റൈറ്റ്? കമ്പൈൽ ടൈം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, റൈറ്റ്? എത്ര ഇൻപുട്ട് മാറി എന്ന് പറഞ്ഞാലും നമ്മുടെ കമ്പൈലേഷന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇൻപുട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റൻസിനനുസരിച്ച് മാറാൻ സാധ്യതയുള്ള ഒരു സാധനം എന്തുവാ? എക്സിക്യൂഷൻ ടൈം. അപ്പൊ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എപ്പോഴും എക്സിക്യൂഷൻ ടൈമിന്റെ ബേസിസിലാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഇനി എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ ഈസി ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് സ്റ്റെപ്പ് കൗണ്ടിങ്. സ്റ്റെപ്സിനെ കൗണ്ട് ചെയ്യണം. ഓക്കെ, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് ഓഫ് എ പ്രോഗ്രാമിനെ കൗണ്ട് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ചില സ്റ്റെപ്സ് ഒന്നും യൂസ്ഫുൾ അല്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് കമന്റ്സ്, റൈറ്റ്? നമ്മളൊരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ കമന്റ്സ് കാണും, അതൊന്നും യൂസ്ഫുൾ അല്ല. അതുപോലെ വേരിയബിൾ ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ, ഫംഗ്ഷന്റെ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണും. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമുള്ളതൊന്നുമല്ല. സോ അതിനൊക്കെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് എത്ര കൊടുക്കും? 0 കൊടുക്കും. ഓക്കെ, കമന്റ്സ്, അതേപോലെ വേരിയബിൾ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻസ്, ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും പ്രോഗ്രാമിൽ ചെയ്യാത്ത സാധനങ്ങളാണ്. സോ അതിനെയൊന്നും നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അവയ്ക്കുള്ള സ്റ്റെപ്പ് കൗണ്ട് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് അസൈൻമെന്റ്സ്, സിംഗിൾ എഡീഷൻസ്, ഇങ്ങനെയൊക്കെ കാണില്ലേ? അതിനൊക്കെ ടൈം കോംപ്ലക്സിറ്റി, അതിനൊക്കെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് 1 കൊടുക്കും. ഓക്കെ, പിന്നെ നമുക്ക് ലൂപ്സ് ഉണ്ടാവും, ലൂപ്പുകൾ കാണും, റിക്കർസീവ് ഫംഗ്ഷൻ കോൾ കാണും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൗണ്ടിങ് മാറ്റി മാറ്റി കൊടുക്കണം, വിച്ച് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ നൗ. ഓക്കെ, ഏതിനൊക്കെ ഏതാന്ന് പറഞ്ഞു തരാം, നോട്ട് ചെയ്യണം. കമന്റ്സ് വന്നിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. സോ കമന്റ്സിന്റെ സ്റ്റെപ്പ് കൗണ്ട് 0 ആയിരിക്കും. അതുപോലെ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനെ ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്സിനെ എനേബിൾ ചെയ്യുക, ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്, പ്രൈവറ്റ്, വോയിഡ്, പ്രൊട്ടക്റ്റഡ്, ഇതുപോലുള്ള ആക്സസ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക, അല്ലെങ്കിൽ വോയിഡ്, വെർച്വൽ, ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, ക്യാരക്ടർ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ അതിന്റെയൊക്കെ സ്റ്റെപ്പ് കൗണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി എക്സ്പ്രഷൻസ് ആൻഡ് അസൈൻമെന്റ്സ്. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, അല്ലെങ്കിൽ നമ്മളിവിടെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. നിങ്ങൾ എക്സ്പ്രഷൻസിന് സ്റ്റെപ്പ് കൗണ്ട് വന്നിട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ എത്ര എക്സ്പ്രഷൻസ് ഉണ്ട് അത്രയും കൗണ്ട് ആയിരിക്കും. ഇവിടേക്ക് നോക്കിയാൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇവിടെ എത്ര ഉണ്ട്? ആദ്യം അഡീഷൻ ഉണ്ട്, പിന്നെ ഒരു അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ സ്റ്റെപ്പ് കൗണ്ട് എത്രയായിരിക്കും? 2 ആയിരിക്കും. എത്ര കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ടോ അത്രയും ആയിരിക്കും നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട്. അപ്പൊ ഒരു അസൈൻമെന്റിന് 1, ഒരു അഡീഷന് 1, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൂപ്സ് ഉണ്ടാവും. ലൂപ്സിന് നമ്മൾ ഈ ലൂപ്പിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഈ ഫസ്റ്റ് ലൂപ്പിന്റെ ഇനിഷ്യൽ ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഇതിനകത്ത് എത്ര എക്സിക്യൂഷൻ വരുന്നു നോക്കിയിട്ടായിരിക്കും നമ്മൾ ലൂപ്പിന്റെ എക്സിക്യൂഷൻ പറഞ്ഞത്. ഈ ഒരു ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഇതിന് എത്ര ഉണ്ടാവും? i ഈക്വൽ ടു 0. അവിടെ ഒരു 1 അസൈൻമെന്റ് ഉണ്ട്, അപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് കൗണ്ട് 1. i ലെസ് ദാൻ n, i ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ലെസ് ദാൻ n ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ 0 തുടങ്ങി n വരെ പോകണം. n ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, റൈറ്റ്? സോ അപ്പൊ അത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവും? 0 to n തന്നെ n+1 ടൈംസ് അത് എക്സിക്യൂട്ട് ആവും. i++ എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവും? സിമിലർലി n ടൈംസ് അത് എക്സിക്യൂട്ട് ആവും. സോ എത്ര പ്രാവശ്യം ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യും അതായിരിക്കും അതിന്റെ സ്റ്റെപ്പ് കൗണ്ട് പറയുന്നത്. വൈൽ എക്സ്പ്രഷൻ ആണെങ്കിൽ ആ എക്സ്പ്രഷന്റെ കൗണ്ട്, ഡു വൈൽ ആണെങ്കിൽ ഡു വൈലിന്റെ താഴെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ എക്സ്പ്രഷനും എത്ര ടൈംസ് എക്സിക്യൂട്ട് ആകും അതനുസരിച്ചായിരിക്കും നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് പറയുന്നത്. ഇനി നമ്മൾ ഫോർ ലൂപ്പ് ആണെങ്കിലും നമ്മുടെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിന് 1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനും എക്സ്പ്രഷൻ 2ഉം ഈ ഭാഗങ്ങൾ ലെസ് ദാൻ എന്നും ലെസ് ദാൻ i++, ഈ 2 ഭാഗങ്ങളും എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവുന്നു അതായിരിക്കും എന്റെ വാല്യൂ. അടുത്ത സ്വിച്ചിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? എക്സ്പ്രഷൻ ഒരു പ്രാവശ്യം, ഏതെങ്കിലും ഒരു കേസ് ഒരു പ്രാവശ്യമാണ്, റൈറ്റ്? അപ്പൊ അതിലെന്താ നടക്കുന്നത്? സ്വിച്ച് എക്സ്പ്രഷന് ആ എക്സ്പ്രഷൻ എത്ര, എക്സ്പ്രഷനകത്ത് എന്തൊക്കെയുണ്ട്? ഇപ്പൊ അതിനകത്തൊരു വലിയ എക്സ്പ്രഷൻ ആണ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ഒരു കമ്പാരിസണും ഉണ്ടെങ്കിൽ അവിടെ 3 ആയില്ലേ. അപ്പൊ എക്സ്പ്രഷന്റെ വെയിറ്റ് എങ്ങനെയാണോ അതനുസരിച്ചും, പിന്നെ നമ്മുടെ കണ്ടീഷൻസ് വന്നിട്ട് ഒരു സ്റ്റെപ്പ് കൗണ്ടും ആയിരിക്കും, റൈറ്റ്? ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ അവിടെ ഇഫിന്റെ അവിടെ കൂടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ എക്സ്പ്രഷന്റെ വെയിറ്റ് സ്റ്റെപ്പ് കൗണ്ടും വരാറുണ്ട്. പിന്നെ ഒന്നുകിൽ ഇഫ് ബോഡി എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ എൽസ് ബോഡി എക്സിക്യൂട്ട് ആവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന്. അടുത്ത ഫംഗ്ഷൻ ഇൻവക്കേഷൻ ആണെങ്കിലോ
all function invocations have step count equal to 1. Functions in a step count എത്രയാണ് 1. Okay, unless it has parameters passed as called by value which depends on the instance characteristics. അതെന്താ പറഞ്ഞിരിക്കുന്നത്? unless it has parameters passed as called by value എന്താ സംഭവിക്കുന്നത്? called by value ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫംഗ്ഷനെ വിളിച്ചു, ഞാൻ വാല്യൂ പാസ് ചെയ്തു, തിരിച്ചു വരുമ്പോൾ ഉള്ള വാല്യൂ ഞാൻ എടുക്കില്ല, അപ്ഡേറ്റ് ആവില്ല, പഴയ വാല്യൂ തന്നെ. അപ്പൊ പഴയ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് പോകേണ്ടത്, അടുത്ത ഫംഗ്ഷന്റെ കോഡിലോട്ട് ജമ്പ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ അവിടെ അപ്പോൾ ആ സ്റ്റോറിങ് കൂടെ വരികയല്ലേ. So step count will be the sum of size of these values plus 1. Okay, function call 1 plus എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും അവയുടെ സൈസ്. A function being invoked is recursive. Consider the local variables also. അപ്പോൾ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണ് അവിടെ വിളിക്കുന്നതെങ്കിലോ ആ റിക്കേഴ്സീവ് ലോക്കൽ വേരിയബിൾസിന്റെ വാല്യൂസും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും, റൈറ്റ്? സോ അതും കൂടെ സ്റ്റെപ്പ് കൗണ്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി മെമ്മറി മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിന്റെയൊക്കെ സ്റ്റെപ്പ് കൗണ്ട് 1 ആയിരിക്കും. അടുത്ത ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ്, ഫംഗ്ഷന്റെ ബോഡി, അത് സ്റ്റെപ്പ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് കോസ്റ്റ് ഇസ് ഓൾറെഡി അസൈൻ ടു ഇൻവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇൻവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കോസ്റ്റ് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫംഗ്ഷന്റെ ശരിക്കുള്ള സിഗ്നേച്ചർ ആ പാട്ടില്ലേ, അതിന് നമ്മൾ വാല്യൂ കൊടുക്കാറില്ല, 0. പിന്നെ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് കണ്ടിന്യൂ, ബ്രേക്ക്, ഗോ, ഇതൊക്കെ എന്താ അവിടെ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റ ജമ്പ്, അപ്പൊ എത്ര ആയിരിക്കും സ്റ്റെപ്പ് കൗണ്ട്? 1. ഇതൊക്കെ ഞാൻ എല്ലാം എടുത്ത് പറയുന്നുവെങ്കിലും ഇതൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, റൈറ്റ്? അവിടെ എന്തുമാത്രം കാര്യം നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് സ്റ്റെപ്പ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി റിട്ടേൺ എക്സ്പ്രഷൻസ് ആണെങ്കിലോ അവയുടെയും സ്റ്റെപ്പ് കൗണ്ട് 1 ആയിരിക്കും. ഞാൻ ഇതെല്ലാം പിന്നീട് ബോർഡിൽ എഴുതിയിട്ടേക്കാം ഫോർ യുവർ റെഫറൻസ്. ഇനി എന്തായാലും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഈ 2 പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. സോ ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട്സ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഐനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട് എത്രയാ? 1. നമുക്ക് വ്യത്യാസമല്ല. ഈ അടുത്ത് എന്താ, i<n ടൈംസ് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഈ i<n ഈ കണ്ടീഷൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവും? എന്നിന്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കാം. i=0 ആയതിനു ശേഷം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ആയി, റൈറ്റ്? അപ്പം 0 അത് എക്സിക്യൂട്ട് ആയി. അത് കഴിഞ്ഞ് ലൂപ്പ് റിപ്പീറ്റ് ആവും, i++1 എക്സിക്യൂട്ട് ആവും, i+1, ഇത് i<n ഇത് i++1 ഇല്ല, ഇത് ഓരോ വാല്യൂസിലും ഇക്വേറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡ്രോ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ഇനി അടുത്തത് i ഇൻക്രിമെന്റ് ആയി, i1 ആയി, റൈറ്റ്? 1 ആകുമ്പോൾ i<n എക്സിക്യൂട്ട് ആകുന്നുണ്ടോ? i<n എക്സിക്യൂട്ട് ആകുന്നുണ്ട്, ബോഡിയിൽ വരുന്നുണ്ട്. പിന്നെ i++ ഇൻക്രിമെന്റേഷനും നടക്കുന്നുണ്ട് 1-ൽ. നൗ ഐയുടെ വാല്യൂ 2 ആയി. 2 ആകുമ്പോൾ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആവുന്നുണ്ടോ? എക്സിക്യൂട്ട് ആവുന്നുണ്ട്. i++ അതും എക്സിക്യൂട്ട് ആവുന്നുണ്ട്, റൈറ്റ്? വീണ്ടും 3 ആകുമ്പോഴും എക്സിക്യൂട്ട് ആവുന്നുണ്ട്, 4 ആകുമ്പോഴും എക്സിക്യൂട്ട് ആകുന്നുണ്ട്, റൈറ്റ്? 4 ആകുമ്പോഴും i++ ഇൻക്രിമെന്റ് ആയി 5. ഐയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, 5 ആകുമ്പോൾ 5<n എന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമോ? കണ്ടീഷൻ ഫോൾസ് ആണ്, പക്ഷെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പൊ കണ്ടീഷൻ ഇവിടെ എക്സിക്യൂട്ട് ആയി, റൈറ്റ്? അപ്പൊ നമ്മൾ അവിടെ കണ്ടീഷൻ ഫെയിൽ ആയി. അപ്പൊ നമ്മൾ നേരെ ബോഡിയുടെ വെളിയിൽ വരും, i++ വീണ്ടും എക്സിക്യൂട്ട് ആകുമോ? ഐയുടെ വാല്യൂ 5 ആയിരിക്കുമ്പോൾ i++ എന്ന കണ്ടീഷൻ എക്സിക്യൂട്ട് ആകുന്നില്ല. ഇവിടെ എത്ര പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ആയിരുന്നു? 1 2 3 4 5 6. അപ്പം n+1 ടൈംസ് എക്സിക്യൂട്ട് ആയില്ലേ? ഇതോ 1 2 3 4 5 n ടൈംസ്. ജനറലായിട്ട് നമുക്ക് പറയാം, എപ്പോഴും ഇക്വേഷൻ വന്നിട്ട് n+1 മറ്റത് n ടൈംസും ആണ് എക്സിക്യൂട്ട് ആകുന്നത്. പക്ഷെ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് കെയിം, ഐ ജസ്റ്റ് ഷോഡ് ഇറ്റ്. അപ്പൊ ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആയി? n+1. ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആയി? n ടൈംസും എക്സിക്യൂട്ട് ആയി. ഇനി നമ്മുടെ സം ഈക്വൽ ടു സം പ്ലസ് i, ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവും? n ടൈംസ്, റൈറ്റ്? n ടൈംസ് ഇത് എക്സിക്യൂട്ട് ആവും. ഈ i++1 ഈ ബോഡിയും n ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഇതിനകത്ത് സ്റ്റെപ്പ് കൗണ്ട് എത്രയാണുള്ളത്? ഇതിനകത്ത് എത്ര ഇക്വേഷൻ ഉണ്ട്? 2 കാര്യങ്ങളുണ്ട്. ഒരു സമ്മേഷൻ നടക്കുന്നുണ്ട്, ഒരു അസൈൻമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 2 × n എന്ന് എഴുതിക്കൂടെ ഇതിനെ? അല്ലെ, 2 × n എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ
ഇതിന്റെ മൊത്തം സമ്മേഷൻ ആയിരിക്കും നമുക്ക് അതിന്റെ ടോട്ടൽ ടൈം ടേക്കൺ denoted using step count എന്ന് പറയാം. So that will be 1 plus n plus 1 plus n plus 2n. എത്ര ഇത് വരും? 1 plus 1 plus 1 will be 3 plus 4n എന്ന് വരില്ലേ? 4n എന്ന് വരില്ലേ? സോ അതിലെ കോൺസ്റ്റൻസ് നമ്മൾ വീണ്ടും ഇഗ്നോർ ചെയ്യും. ഫൈനലി നമുക്ക് 4n എന്ന് കിട്ടും. എന്നാലും നമുക്ക് പറയാം സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 3 plus 4n ആണ് ഇതിന്റെ സ്റ്റെപ്പ് കൗണ്ട്. Hope you understood. So now ഇതിന്റെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഔട്ടർ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. I is equal to 0 അറിയാം, 1 ടൈം. ഇത് എത്ര ടൈം? ലെസ് ദാൻ n വരെ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു n കണ്ടീഷൻ വരെ ചെക്ക് ആവും. സോ n plus 1 ഇത് n ടൈംസ്, റൈറ്റ്? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഔട്ടർ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ ഇതും n ടൈംസ് എക്സിക്യൂട്ട് ആകും. അതിന് ഒരു n ടൈംസ് കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഇന്നർ ഫോർ ലൂപ്പ് എടുക്കാം. ഇന്നർ ഫോർ ലൂപ്പ് എടുക്കുവാണെങ്കിൽ ഇന്നർ ഫോർ ലൂപ്പ് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്? ഫസ്റ്റ് ഈ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ അത് 1 ടൈം. പക്ഷേ n ടൈംസും നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ ഇതും n ടൈംസ് എക്സിക്യൂട്ട് ആവും, റൈറ്റ്? സോ ഇത് n into 1 ടൈംസ് എക്സിക്യൂട്ട് ആവുന്നതാണ്. ഒറ്റയ്ക്ക് നോക്കിയാൽ 1 ടൈമേ അത് എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. പക്ഷെ ഈ ഫംഗ്ഷൻ n ടൈംസ് ഈ ഫോർ ലൂപ്പ് ഔട്ടർ ഫോർ ലൂപ്പ് ഇന്നർ ഫോർ ലൂപ്പിനെ n ടൈംസ് വിളിക്കും. അപ്പൊ ആ n ടൈംസും ഇത് 0 ആയിട്ട് സെറ്റ് ആവും. സോ നമുക്കിത് ഇത് n ടൈംസ് എന്ന് പറയാം. അങ്ങനെ ഇതോ j ലെസ് ദാൻ n ഒറ്റയ്ക്ക് നോക്കുവാണെങ്കിൽ അത് n plus 1 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്, റൈറ്റ്? പക്ഷെ ശരിക്കും അത് എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്? അങ്ങോട്ട് പോ. ഒല്ല വാങ്ങിച്ചു തരാം. ഇപ്പൊ എന്നെ വെറുതെ വിടാം. ഓക്കെ, അപ്പൊ ഇന്നർ ഫോർ ലൂപ്പ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്? n plus 1 into ഇത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്? n ടൈംസ് ഈ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതേപോലെ ഇത് n സ്ക്വയർ ടൈംസ്, റൈറ്റ്? n into n ടൈംസ്. സോ അങ്ങനെയാണെങ്കിൽ ഇതും n സ്ക്വയർ ടൈംസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതായത് ഇതിലെ സെപ്പറേറ്റ് ഇക്വേഷൻസ് വന്ന 1n plus 1 n ആണ്. പക്ഷെ ഇത് ഓരോ പ്രാവശ്യം ഈ ഫോർ ലൂപ്പ് n ടൈംസ് എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ അതിന്റെ കണ്ടന്റ് ആയതുകൊണ്ട് ഇതും n ടൈംസ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ സ്റ്റെപ്പ് കൗണ്ട്സ് എത്രയാണ്? സ്റ്റെപ്പ് കൗണ്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിന്റെയും സമ്മേഷൻ എടുത്താൽ മതിയോ? സോ ഇതിനകത്ത് നമുക്ക് n സ്ക്വയർ 3 ടേംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 3n സ്ക്വയർ പ്ലസ് n എത്രയുണ്ട്? 1 2 3 4n പ്ലസ് കോൺസ്റ്റൻസ് 1 2 3. സോ ഇതിന്റെ ടോട്ടൽ സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 3. സോ ഇത് സ്റ്റെപ്പ് കൗണ്ട്സ് ആണ്. ദിസ് ഇസ് നോട്ട് ദ ടൈം കോംപ്ലിസിറ്റി. ഓക്കെ, ടൈം കോംപ്ലിസിറ്റി ആയിട്ടില്ല. ടൈം കോംപ്ലിസിറ്റി നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ asymptotic notations യൂസ് ചെയ്തിട്ടായിരിക്കും, which we will learn later. Next, let's discuss about asymptotic notations. So time complicity നമ്മുടെ ടൈം കോംപ്ലിസിറ്റി എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോഗ്രാമിന്റെ കോംപ്ലിസിറ്റിനെ, അതായത് പ്രോഗ്രാം മൊത്തത്തിൽ എത്ര ടൈം എടുക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരും, റൈറ്റ്? ബേസ്ഡ് അപ്പോൺ സ്റ്റെപ്പ് കൗണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഇക്വേഷൻ നമ്മൾ എപ്പോഴും ചെയ്തിട്ട് രണ്ട് പ്രോഗ്രാംസ് എന്ന് വിചാരിക്കുക. രണ്ട് പ്രോഗ്രാംസ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ് കണ്ടുപിടിക്കാൻ ഇത്രയും വലിയൊരു ഇക്വേഷൻ ഒക്കെ ഇരുന്ന് ചെയ്ത് ഇക്വേഷൻ എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് റിലേറ്റീവ് ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിനെ നോക്കിക്കൂടെ? നമ്മൾ എങ്ങനെയാ നോക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പ്രോഗ്രാംസ് കയ്യിൽ തന്നിട്ടുണ്ട്, ഒരേ കാര്യം ചെയ്യുന്ന രണ്ട് പ്രോഗ്രാംസ്. ഇപ്പൊ സോർട്ടിങ്ങിന് തന്നെ നമുക്ക് രണ്ട് സോർട്ട്സ് എടുക്കാം. മെർജ് സോർട്ട് ഉണ്ട്, ഹീപ്പ് സോർട്ട് ഉണ്ട്. അപ്പം ഈ രണ്ട് സോർട്ട്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബബിൾ സോർട്ട് ഉണ്ട്, റൈറ്റ്? നമുക്ക് മെർജ് സോർട്ടും ബബിൾ സോർട്ടും എടുക്കാം. ഈ രണ്ട് സോർട്ട് തന്നിട്ട് ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സോർട്ടിങ് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ബബിൾ സോർട്ട് ആണ് ഫാസ്റ്റർ. പക്ഷെ ശരിക്കും ബബിൾ സോർട്ട് ആണോ ഫാസ്റ്റർ? അല്ല, റൈറ്റ്? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അൽഗോരിതം നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് വളരുന്നതിനനുസരിച്ച് അതിന്റെ സ്റ്റെപ്പ് കൗണ്ടിൽ ഉണ്ടാവുന്ന വ്യത്യാസം അത് നമ്മൾ അനലൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് describes how an algorithm's റൺടൈമിലുള്ള ടൈമാണ് ടൈം ടേക്കൺ അറ്റ് റൺ ടൈം സ്കെയിൽസ് വിത്ത് ഇൻപുട്ട് സൈസ്. ചെറിയൊരു ഇൻപുട്ട് സൈസ് ആദ്യം കൊടുത്തു നോക്കും, എന്നിട്ട് എത്ര അത് ടൈം തരുമോ നോക്കും. കുറച്ചുകൂടെ വലിയത് കൊടുക്കും, കുറച്ചുകൂടെ വലുത് കൊടുക്കും,
ഫൈനൽ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സൈസ്, നിയർ ടു ഇൻഫിനിറ്റി കൊടുക്കത്തില്ല, നിയർ ടു ഇൻഫിനിറ്റി, അതായത് വലിയ ഹ്യൂജ് സൈസ് ഓഫ് ഡേറ്റ കൊടുക്കുമ്പോൾ അൽഗോരിതം എത്ര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നോക്കും. സോ അതിന്റെ ബേസിസിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കും. ആ ഇക്വേഷന്റെ ബേസിസിലാണ് പറയാൻ പോകുന്നത് ഏതാണ് ഫാസ്റ്റർ അൽഗോരിതം എന്ന്. Okay, so asymptotic notations denotes how an algorithm's runtime or time, okay, scales with input size. Inputന്റെ സൈസ് കൂടുന്നതനുസരിച്ച് ടൈം കൂടുവാണോ കുറയാണോ, അങ്ങനെ കൂടുവാണെങ്കിൽ എത്രത്തോളം കൂടുന്നു, എങ്ങനെ കൂടുന്നു എന്ന് പറയുന്നതാണ് asymptotic notation. സോ നമുക്കറിയാം അതിൽ 3 ഉണ്ട്, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ. അപ്പൊ അതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ബിഗ് ഒ ഓഫ് ഫംഗ്ഷൻ, ബിഗ് ഒമേഗ ഓഫ് ഫംഗ്ഷൻ, ബിഗ് തീറ്റ ഓഫ് ഫംഗ്ഷൻ. ഇനി ബിഗ് ഒ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ മാക്സിമം എത്ര ടൈം എടുക്കാം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അപ്പർ ബൗണ്ട്, റൈറ്റ്? ഇപ്പൊ ബിഗ് ഒ വെച്ച് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പർ ബൗണ്ട് ടൈം കോംപ്ലക്സിറ്റി. മാക്സിമം വേർസ്റ്റ് കേസിൽ ഏറ്റവും പൊട്ട ഇൻപുട്ട് കൊടുത്താലും എന്റെ ടൈം എത്ര മാക്സിമം ടൈം എടുക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിഗ് ഒ. ഓക്കെ, അടുത്തത് ബിഗ് ഒമേഗ, ദാറ്റ് ഇസ് എ ബെസ്റ്റ് കേസ്. അതായത് ഏറ്റവും ചെറിയ ഇൻപുട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻപുട്ട് കൊടുത്താൽ എന്റെ അൽഗോരിതം എത്ര ഫാസ്റ്റ് ആയിട്ട്, എത്ര സ്പീഡിൽ, എത്ര ഫസ്റ്റ് ആയിട്ട്, എത്ര മിനിമം ടൈമിൽ അത് എക്സിക്യൂട്ട് ചെയ്യും എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിഗ് ഒമേഗ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോവർ ബൗണ്ട്. അടുത്തത് ഒരു ആവറേജ് കേസ് സിനാരിയോയില് ഡേറ്റ സെറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്റെ അൽഗോരിതം എങ്ങനെ പെർഫോം ചെയ്യും എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബിഗ് തീറ്റ. ഓ ഇറ്റ് ഈസ് നോൺ ആസ് ടൈറ്റ് ബൗണ്ട്. കാരണം എന്താ, ആവറേജ് സിനാരിയോ ആണ്, അത്ര നല്ല ഇൻപുട്ടും അല്ല അത്ര പൊട്ട ഇൻപുട്ടും അല്ല, രണ്ടിനും ഇടയിൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. സോ മെയിൻലി നമ്മൾ കേട്ടിട്ടുണ്ടാവും അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഫേമസ് ആയിട്ട് ഇത്ര വാല്യൂസ് ആണ് നമുക്ക് കിട്ടാറ്, റൈറ്റ്? അത് ഞാനൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി താഴോട്ട് പോകും തോറും അത് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അൽഗോരിതം ബിഗ് ഓഫ് 1 ടൈം കോംപ്ലക്സിറ്റിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ബെസ്റ്റ് തിങ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സോർട്ടിങ്ങിന് തന്നെ ഞാൻ നേരത്തെ ബബിൾ സോർട്ടും മെർജ് സോർട്ടും എടുത്തു. ബബിൾ സോർട്ടിന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n സ്ക്വയർ ആണ്, ആൻഡ് മെർജ് സോർട്ടിന്റെ ടൈം കോംപ്ലക്സിറ്റി n log n ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു താഴോട്ട് പോകുന്നവരും അൽഗോരിതംസിന്റെ ടൈം കോംപ്ലക്സിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, അതായത് അവരുടെ പെർഫോമൻസ് ഡീഗ്രേഡ് ആണ് ചെയ്യുന്നത്. അപ്പം ബബിൾ സോർട്ട് ആയിരിക്കുമോ മെർജ് സോർട്ട് ആയിരിക്കുമോ നല്ലത്? അഫ്കോഴ്സ് യെസ്, മെർജ് സോർട്ട്, റൈറ്റ്? സോ ജസ്റ്റ് ഇതൊന്നും അറിഞ്ഞിരിക്കുക. ബിഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതായത് ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം ടൈം വ്യത്യാസം വരുന്നില്ല. എത്ര വലിയ ഇൻപുട്ട് എടുത്താലും എത്ര ചെറിയ ഇൻപുട്ട് എടുത്താലും പ്രോഗ്രാം എപ്പോഴും സെയിം ടൈമാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് അങ്ങനെ അൽഗോരിതംസിനെ ഡിനോട്ട് ചെയ്യാൻ ബിഗ് ഓഫ് 1 കൊടുക്കും. ആൻഡ് വി ടെൽ ഇറ്റ് ആസ് കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി. ലോഗിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സൈസ് എപ്പോഴും പാതിയായി പോകും. ഓരോ ഐട്രേഷനിലും ഇൻപുട്ട് സൈസ് ഇങ്ങനെ പാതിയായി പോകുന്ന എല്ലാ പ്രോഗ്രാംസിനും നമുക്ക് ബിഗ് ഓഫ് ലോഗിൻ ടൈം കോംപ്ലക്സിറ്റി ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബൈനറി സെർച്ചിൽ എന്താ ചെയ്യുന്ന ഓരോ ഐട്രേഷനിലും നമ്മുടെ ഇൻപുട്ടിന്റെ സൈസ് പാതിയായി പോകുമല്ലേ. സോ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്നത് ലോഗൻ ആണ്. അടുത്ത ബിഗ് ഓഫ് n, ഒരു അറേ ഉണ്ട്, അറേയുടെ ആദ്യത്തെ എലമെന്റ് തൊട്ട് അവസാനത്തെ എലമെന്റ് വരെ ഒറ്റ പ്രാവശ്യം നോക്കി പോകുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ ടൈം കോംപ്ലക്സിറ്റി. അതായത് ഇൻപുട്ട് 10, ആദ്യം ഇൻപുട്ട് സൈസ് 10 ആണെങ്കിൽ 10 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഇപ്പൊ ഇൻപുട്ടിന്റെ സൈസ് കൂട്ടി 20 ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? 20 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇൻപുട്ടിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതേപോലെ നമ്മുടെ ടൈമും കൂടും. അതിന് നമ്മൾ ലീനിയർ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നു. അടുത്ത n log n, ഇതിന് എക്സാമ്പിൾ ഏതാ? ലീനിയർ സെർച്ച് തന്നെയാണ് എക്സാമ്പിൾ. അടുത്ത n log n ലീനിയർ അരിത്മെറ്റിക് എന്ന് പറയുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ 2 ലൂപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ലൂപ്സ് ഉണ്ടാവും. ഫസ്റ്റ് ലൂപ്പ് 0 to n വരെ പോവായിരിക്കും, പക്ഷെ സെക്കൻഡ് ലൂപ്പിൽ ഐട്രേഷൻ എന്താ? ലോഗറിതമിക് ആണ്, ഹാഫ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾ വന്നിട്ട് നമ്മുടെ മെർജ് സോർട്ടിൽ എന്താ വെച്ചാൽ ആദ്യം ഡിവിഷൻ നടക്കുവാണ് അല്ലെ, ഡിവിഷൻ നടക്കുക. അപ്പം അറേയുടെ സൈസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴോട്ട് പോവാണ്, പാതിയാക്കി. അപ്പൊ അവിടെ ലോഗൻ ടൈം കോംപ്ലക്സിറ്റിയിലാണ് ഡിവിഷൻ നടക്കുന്നത്. പക്ഷെ പിന്നീട് അവസാനം എല്ലാത്തിനും മെർജ് ചെയ്ത് കയറ്റുന്നുണ്ട്, അത് n കോംപ്ലക്സിറ്റിയിലാണ് നടക്കുന്നത്. സോ n log n ഫോർ ലീനിയർ അരിത്മെറ്റിക്. നെക്സ്റ്റ് ഇസ് n സ്ക്വയർ എന്ന് വെച്ചാൽ ഇപ്പൊ 2 ലൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രിന്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? 2 ലൂപ്സ് ഇട്ട്, 4 ലൂപ്പിനകത്ത് ഒരു 4 ലൂപ്പ് കൂടെ ഇട്ടിട്ട് നമ്മളെല്ലാം പ്രിന്റ് ചെയ്യും. അതൊക്കെ വന്നിട്ട് n സ്ക്വയർ ടൈം കോംപ്ലക്സിറ്റി. ഇപ്പൊ n ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 4 ലൂപ്പ് ഒക്കെ വരും. ഒരു 4 ലൂപ്പിനകത്ത് വേറൊരു 4 ലൂപ്പ്, അതിനകത്ത് വേറൊരു 4 ലൂപ്പ്, അങ്ങനെ വരുന്നത് n ക്യൂബ്. അടുത്തത് 2 raised to n എക്സ്പൊണൻഷ്യൽ ടൈം കോംപ്ലക്സിറ്റി. എക്സ്പൊണൻഷ്യൽ ആൻഡ് ഫാക്ടോറിയൽ ടൈം കോംപ്ലക്സിറ്റി ഒരിക്കലും അങ്ങനത്തെ പ്രോഗ്രാംസ് എഴുതരുത് എന്ന് പറയാം. n ക്യൂബ് വരെ പോയാലും ഇറ്റ്സ് ഓക്കെ, ബട്ട് നെവർ റൈറ്റ് ഫോർ 2 raised to n and n ഫാക്ടോറിയൽ.
അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒരിക്കലും ലാർജ് ഡേറ്റാ സെറ്റ് വർക്ക് ആവില്ല. കാരണം നോക്കിയാൽ ഓരോ ഇൻപുട്ടിനും 2n ടൈംസ്, അതായത് മൾട്ടിപ്പിൾ ടൈം അങ്ങ് ഇരട്ടി ആകുക ചെയ്യുന്നത്. ഓരോ ഇൻപുട്ടിനും ടൈം ഇരട്ടിച്ച് പോവുക. അപ്പോൾ വലിയ ഇൻപുട്സിന് അത് വർക്ക് ആവില്ല. ചെറിയ ഇൻപുട്സ്, ചില അൽഗോരിതം ചെറിയ ഇൻപുട്സിന് വർക്ക് ആവും, ബട്ട് ഇറ്റ് വോണ്ട് വർക്ക് ഫോർ ബിഗർ ഇൻപുട്സ്. അങ്ങനെയുള്ളതൊക്കെ 2n ആണെന്ന് പറയാം. പിന്നെ n ഫാക്ടോറിയൽ അറിയാലോ, ഫാക്ടോറിയൽ ടൈംസ് വർക്കായി പോവാൻ. ഫോർ എക്സാമ്പിൾ സബ്സെറ്റ്സ് ഓഫ് എൻ അറേ, അതിനകത്തൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ അതൊക്കെ വരുവാണെങ്കിൽ n factorial time complexity-യിലായിരിക്കും അത് എക്സിക്യൂട്ട്. So these are the common time complexities that you need to know. Like നിങ്ങൾ പ്രോഗ്രാം എഴുതിയിട്ട് പ്രോഗ്രാം ഏത് കോംപ്ലക്സിറ്റിയിലാണ് എന്ന് നോക്കുമ്പോൾ one of these will be the answer. ആൻഡ് എപ്പോഴും അച്ചീവ് ചെയ്യേണ്ടത് മാക്സിമം n², അതിന് താഴെ പോവാതിരിക്കാൻ നോക്കുക. ഓക്കെ, now let's see how we can calculate the time complexity of an algorithm. നമുക്കിനി ഈ പ്രോബ്ലംസിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തതാണ് ഈ ഇക്വേഷൻ. ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് കൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് എത്രയാ? 1 ടൈം മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ അല്ലെ. ഇനി i0 തൊട്ട് n വരെ കമ്പയർ ചെയ്യണം. i0 ആയിരിക്കുമ്പോൾ തൊട്ട് n വരെ, ഐയുടെ വാല്യൂ n ആകുന്നവരെ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താ? n+1. i++ഓ n ടൈംസ്, റൈറ്റ്? ഇനി നമുക്ക് ഇന്നർ ഫോർ ലൂപ്പ് നോക്കാം. ഇന്നർ ഫോർ ലൂപ്പിലും j=0 1 ടൈം പെർ ഔട്ടർ ലൂപ്പ്. ഔട്ടർ ലൂപ്പിന്റെ ഓരോ ടൈമിലും ഇത് 1 ടൈം. സോ 1 × n ടൈംസ് വരും. അതേപോലെ j<n 0 മുതൽ n വരെ കമ്പാരിസൺ ചെയ്യണം. അപ്പോൾ ഇത് n ടൈമും ഇത് n × n+1 ടൈമും ഇത് n × n ടൈമും വരും, റൈറ്റ്? സോ ഞാൻ ലൂപ്സിന്റെ മാത്രം കോംപ്ലക്സിറ്റി എടുത്ത് എഴുതുവാണ്. അഫ്കോഴ്സ് യെസ്, ഇതും n² ടൈംസ് വരും. നമ്മൾ എടുത്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? 1 + n+1 + n. ഇത് ഔട്ടർ ലൂപ്പിന് എത്ര വരും? 2 + 2n എന്ന് വരും, റൈറ്റ്? സിമിലർലി ഇന്നർ ലൂപ്പിന്റെ n × n+1 + n², അത് നമുക്ക് 2n² + 2n എന്ന് എഴുതാം, റൈറ്റ്? ഇത് n² വരും, n വരും. n² ഉണ്ട്, n² ഉണ്ട്, 2n ഉണ്ട്. സോ പിന്നെ നമുക്കൊരു n² ഉണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്. ഇനി അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഈ ലൂപ്പിനകത്ത് തന്നെ ലൂപ്പ് ഇത്രയും തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓരോ സാധനം എക്സിക്യൂട്ട് ആകും. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: 2 + 2n + 2n² + 2n എന്ന് എഴുതാം. സോ ഇതിനെ മൊത്തത്തിൽ എടുത്ത് എഴുതുമ്പോൾ 2n² + 4n + 2 എന്ന് വരും, റൈറ്റ്? ഇവിടെ ഞാൻ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇഗ്നോർ ചെയ്തതാണ്. അത് ഇഗ്നോർ ചെയ്യണമെന്നില്ല, അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരാനില്ല. ഓക്കെ, ആഡ് ചെയ്താൽ 3n², നേരത്തെ വന്നതുപോലെ 3n² എന്ന് വരും. ഇനി നമ്മൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇപ്പൊ കിട്ടിയത് സ്റ്റെപ്പ് കൗണ്ട് ആണ്, നമുക്കത് ആഡ് ചെയ്ത് തന്നെ പോവാം. ഇറ്റ്സ് എ റൈറ്റ് വേ ടു ഡു ഇറ്റ്. 3n² എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോ കിട്ടിയത് സ്റ്റെപ്പ് കൗണ്ട്, ഇതിൽ നിന്ന് ടൈം കോംപ്ലക്സിറ്റി എടുക്കണം. അപ്പൊ നമ്മൾ ബിഗ് O നൊട്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ ബിഗ് O നൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് ഇഗ്നോർ ചെയ്യും. ഫസ്റ്റ് തിങ്, കോൺസ്റ്റൻസ് ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ഒരു കോൺസ്റ്റന്റ് ആണ്, 4 ഒരു കോൺസ്റ്റന്റ് ആണ്, ഇവിടെ 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് ഇഗ്നോർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് n² + n എന്ന് വരും, റൈറ്റ്? ഇനി ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലെ ലാർജസ്റ്റ് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പൊ എന്ത് വരും? n² ആണോ n ആണോ വലുത്? n² ആണ്. അപ്പൊ നമ്മൾ ലാർജസ്റ്റ് വാല്യൂ എടുക്കുകയുള്ളൂ. സോ ഇറ്റ് വിൽ ബി n². സോ നമ്മൾ ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ബിഗ് O n² ആയിരിക്കും. സോ ഇങ്ങനെ ഒരു 2 ലൂപ്സ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്നിപ്പെറ്റ് തന്നു കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? ബിഗ് O n². സോ ഇങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ലെറ്റ്സ് ഡു വൺ മോർ എക്സാമ്പിൾ. ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തില് ഫസ്റ്റ് ഔട്ട് ഓഫ് ഫോർ ലൂപ്പ് നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ദിസ് ഇസ് 1 ടൈം, ദിസ് ഇസ് n ടൈം, ആൻഡ് ദിസ് ഇസ് n+1 ടൈം, ആൻഡ് ദിസ് ഇസ് n ടൈം, റൈറ്റ്? ഇനി ഇന്നർ ഫോർ ലൂപ്പ് ആണ് ഇവിടെ ട്രിക്കി, റൈറ്റ്? ഇവിടെ ഇന്നർ ഫോർ ലൂപ്പ് ഇത് നമുക്കറിയാം 1 ടൈം ആണ്. ഈ ഫോർ ലൂപ്പ് n ടൈംസ്, ഇത് ഞാൻ n × എന്ന് മൊത്തത്തിൽ ഇടുവാണ്. അപ്പൊ ഇത് 1 ടൈം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി j <i എന്ന കണ്ടീഷനിലാണ് ഈ ഫോർ ലൂപ്പ്
അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ഇനിഷ്യലി ഫസ്റ്റ് റൗണ്ടിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ജെയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 ആണ്. ഇവിടെ ജെ ലെസ് ദാൻ ഐ ആണോ? ജെ ലെസ് ദാൻ ഐ ആണോ? അല്ല, ഈക്വൽ ടു ആണ്. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നമ്പർ ഓഫ് എക്സിക്യൂഷൻ വിൽ ബി 0. ഈ ലൂപ്പ് ഒരിക്കൽ പോലും എക്സിക്യൂട്ട് ആവില്ല. രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ എന്താ? 1 ആയിരിക്കും. ജെയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ നോക്കും 0 ലെസ് ദാൻ ഐ ആണോ? 0 ലെസ് ദാൻ ഐ ആണോ? ആണ്. അപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ജെ പ്ലസ് പ്ലസ് അടിക്കുമ്പോൾ ജെ എന്താവും? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടൈം എക്സിക്യൂട്ട് ചെയ്തു, വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. ജെ പ്ലസ് പ്ലസ് അടിക്കുമ്പോൾ ജെ 1 ആയി. വീണ്ടും നമ്മൾ ഇക്വേഷൻ നോക്കും, ജെ ലെസ് ദാൻ ഐ ആണോ? അല്ല. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു? 2 ടൈംസും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത് 1 ടൈമും ആണ്. റൈറ്റ്. ഇനി നമുക്ക് വീണ്ടും ഒരു വാല്യൂ നോക്കാം. നമുക്ക് റാൻഡംലി 5 എന്ന വാല്യൂ എടുക്കാം. ഐ 5 ആണെങ്കിൽ ജെ എത്ര തവണ വർക്ക് ചെയ്യുന്നു നോക്കാം. അപ്പൊ ജെ എത്ര തൊട്ട് എത്ര വരെ പോകും? ജെ 0 to 5 വരെ പോകും അല്ലെ? 0 1 2 3 4 5 വരെ പോകും. റൈറ്റ്. ജെ ഈക്വൽ ടു 0 ആവുമ്പോൾ 0 ലെസ് ദാൻ 5 ആണ്. കണ്ടീഷനും ചെക്ക് ആവും, ലൂപ്പ് എക്സിക്യൂട്ട് ആവും, ജെ പ്ലസ് പ്ലസ് ആവും. ജെ 1 ആവുമ്പോഴും കണ്ടീഷനും ചെക്ക് ആവും, ജെ പ്ലസ് പ്ലസ് ആവും. റൈറ്റ്. 2 ആവുമ്പോഴും കണ്ടീഷനും ചെക്ക് ആവും, പ്ലസ് പ്ലസ് ആവും. 3 ആവുമ്പോഴും ചെക്ക് ആവും, 4 ആവുമ്പോഴും ചെക്ക് ആവും, 5 ആവുമ്പോഴും ചെക്ക് ആവും, എന്നിട്ട് കണ്ടീഷൻ ഫെയിൽ ആവും. റൈറ്റ്. അപ്പൊ 5 ആവുമ്പോഴും ചെക്ക് ആകും, പക്ഷെ കണ്ടീഷൻ ഫെയിൽ ആവും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ എത്ര ടൈംസ് നമ്മുടെ കണ്ടീഷൻ വർക്കായി? 6 ടൈംസ് വർക്കായി. ഐ പ്ലസ് പ്ലസ് വന്നിട്ട് 4 ടൈംസ് വർക്കായി. ഇവിടെ നോക്കി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഈ രണ്ട് ഇതിൽ നിന്നും? ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ എത്ര ടൈംസ് ഇത് വർക്കായി? ഐ പ്ലസ് 1 ടൈംസ് വർക്കായി. അത് ഇവിടെയും സെയിം ആണോ നോക്കി. ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ ഐ പ്ലസ് 1 ടൈംസ് 6 ടൈംസ് ഇവിടെ വർക്ക് ആയില്ലേ? സോ ഇതെപ്പോഴും ഐ പ്ലസ് 1 ടൈംസ് ആയിരിക്കും ഓരോ പ്രാവശ്യവും ഐന്ന ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ആവുന്നത്. ഇവിടെയാണെങ്കിലോ ഐ ടൈംസ് അല്ലേ? ഐ ടൈംസ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് പറയാം ഇത് n ടൈംസ് ആണ് നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പ് എങ്കിൽ ഇത് എത്ര ടൈംസ് ആയിരിക്കും? ഐ പ്ലസ് 1 ടൈംസ്. റൈറ്റ്. ഐ പ്ലസ് 1 ടൈംസ് വർക്കായി. അതായത് ഐ പ്ലസ് 1 ടൈംസ് വർക്ക് ആവുന്ന വെച്ചാൽ ആദ്യം 0, ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 2 ടൈംസ്, ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 3 ടൈംസ്, ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ 5 ടൈംസ്. ഇങ്ങനെ ഇക്വേഷൻ മാറി മാറി വരും. ഇപ്പൊ എന്നിന്റെ ടേംസിൽ പറയുവാണെങ്കിൽ നമുക്കിത് പറയാം, ഇത് n പ്ലസ് 1 ടൈംസും ഇത് n ടൈംസും ആണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നർ ആയിട്ടുള്ള ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എത്ര ടൈംസ് വർക്ക് ആകും? ഓക്കെ, നമുക്കിനി ജെ പ്ലസ് പ്ലസും പ്രിന്റും ഈ രണ്ടും എത്ര പ്രാവശ്യം വർക്ക് ആകുന്നു എന്ന് നോക്കാം. സോ ഐ 0 ആണെങ്കിൽ ജെ ലൂപ്പ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവും? ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ ജെ ഇനിഷ്യലി 0 തുടങ്ങും. 0 ലെസ് ദാൻ 0 കണ്ടീഷൻ ട്രൂ ആവത്തില്ല. അപ്പൊ ജെ പ്ലസ് പ്ലസും വർക്ക് ആവില്ല, പ്രിന്റും വർക്ക് ആവില്ല. ഇനി ഐ ഈക്വൽ ടു 1 ആണെങ്കിലോ ജെ ആദ്യമേ 0ലാണ് അഗെയിൻ തുടങ്ങുന്നത്. 0 ലെസ് ദാൻ 1 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ പ്രിന്റ് ഒരു പ്രാവശ്യം വർക്ക് ആകും. പിന്നെ എന്താ? ജെ പ്ലസ് പ്ലസ് ആകും. ജെ 1 ടൈം ജെ ഇൻക്രിമെന്റ് ആകും. ഇൻക്രിമെന്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പൊ കണ്ടീഷൻ ഫെയിൽ ആവും, പിന്നെ അത് വർക്ക് ആവില്ല. ഇനി നമുക്ക് ഐ ഈസ് ഈക്വൽ ടു 5 ചെയ്യാം. ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു, ജസ്റ്റ് ഒന്നുകൂടെ പ്രിന്റിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ ജെയുടെ വാല്യൂ 0 മുതൽ 5 വരെ പോകും. റൈറ്റ്. അതിൽ 5 ആവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. കറക്റ്റ്. അപ്പൊ 0 മുതൽ 5 വരെ പോകണം. 0ൽ അത് വർക്കാകും, പ്രിന്റും വർക്കാവും, 1ലും വർക്കാകും, 2ലും വർക്കാകും, 3ലും വർക്കാകും, ആൻഡ് 4ലും വർക്കാവും. 5 ആവുമ്പോൾ ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫെയിൽ ആയി, പിന്നെ നമുക്ക് പ്രിന്റും വർക്കാവില്ല, നമ്മുടെ പ്ലസ് പ്ലസും വർക്കാവില്ല. അപ്പൊ ഐ 5 ആണെങ്കിൽ ഇത് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തു? 4 ടൈംസ് വർക്ക് ചെയ്തു. ദാറ്റ് ഈസ് ഇഫ് ഐ ഈസ് ഈക്വൽ ടു n ആണെങ്കിൽ ഇത് എത്ര ടൈംസ് വർക്കാവും? n-1 ടൈം വർക്കാവും. റൈറ്റ്. n-1 ടൈം n-1 ടൈംസ് വർക്കാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ ഒരു ടിക്ക് വിട്ടു പോയതാ. n ടൈംസ് വർക്കാവും. ഓക്കെ, അപ്പം ഈ
ഈ രണ്ടും n ടൈംസ് ആണ് വർക്ക് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് മൊത്തത്തിൽ എത്ര പ്രാവശ്യം വർക്ക് ആവും? n സ്ക്വയർ ടൈംസ് വർക്ക് ആവും, റൈറ്റ്? ഇനി നമുക്ക് ഇതിന്റെ സമ്മേഷൻസ് എല്ലാം എടുക്കാം. സമ്മേഷൻസ് എല്ലാം എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റൻസ് എല്ലാം ഇഗ്നോർ ചെയ്താൽ മതി. ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ടൈം കോംപ്ലക്സിറ്റി കിട്ടും. എനിക്ക് ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രെയിൻസ് കൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇക്വേറ്റ് ചെയ്യുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ ബിഗ്ഗസ്റ്റ് ടേം ഏതാ? n സ്ക്വയർ ആ. ഏറ്റവും കൂടുതൽ വർക്ക് ആവാൻ പോകുന്നത് n ഉണ്ട്, n സ്ക്വയർ ഉണ്ട്, പിന്നെ 2n 3n ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്യാൻസൽ ചെയ്യപ്പെട്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ടേം n സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. നൗ ലാസ്റ്റ് വൺ ചെയ്യാം, വയൽ ലൂപ്പ്. ഈ വയൽ ലൂപ്പ് നോക്കിയാൽ വയൽ ലൂപ്പിൽ വയൽ i ലെസ് ദാൻ n ടൈംസ് നമ്മൾ iന്റെ വാല്യൂ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് n is equal to 10 എടുക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഐയുടെ വാല്യൂ 1 ആണ്. ഇനിഷ്യലൈസ് ചെയ്യുന്ന 1 വെച്ചിട്ട് ലൂപ്പ് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് ഐയുടെ വാല്യൂ ട്വൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 ലെസ് ദാൻ 10 ആണ്, വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്യും. 4 ലെസ് ദാൻ 10 ആണ്, അപ്പൊ വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്യും. 8 ലെസ് ദാൻ 10 ആണ്, അപ്പൊ അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. വിച്ച് ഇസ് 16, വിച്ച് ഇസ് ഔട്ട് ഓഫ് യുവർ കണ്ടീഷൻ. ലെസ് ദാൻ 10 അല്ല, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ i is equal to 1, n is equal to 10 ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ടൈംസ് വർക്കായി? 5 ടൈംസ് വർക്കായി. So today we are going to discuss about recurrence relationship. So what is a recurrence relationship? Term കേൾക്കുമ്പോൾ തന്നെ അറിയാം, recurrence. It is something that is related to recursive functions. Okay. So recurrence relationship is nothing but the way to express the time complexity of your recursive functions in terms of its smaller terms. അതായത് നിങ്ങളുടെ റിക്കർസീവ് ഫംഗ്ഷന്റെ ടൈം കോംപ്ലക്സിറ്റി ടി ഓഫ് എന്നിന്റെ സ്മോളർ ടേംസിന്റെ വേയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ടി ഓഫ് എന്നിനെ ഈക്വൽ ടു ടി ഓഫ് n-1 അങ്ങനെ, അല്ലെങ്കിൽ ടി ഓഫ് n/2 അങ്ങനെ സ്മോളർ ടേംസിന്റെ വേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കർസീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം? നമ്മുടെ റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം ഒരു ബിഗർ യൂണിറ്റ് കാണും, അതിനകത്തുനിന്ന് ഒരു റിക്കർസീവ് കോള് പോകും, റൈറ്റ്, വിത്ത് എ സ്മോളർ ടേം, റൈറ്റ്. അതിനകത്തുനിന്ന് വീണ്ടും ഒരു റിക്കർസീവ് കോൾ പോവും വിത്ത് സ്മോളർ n, റൈറ്റ്. അപ്പൊ ഈ n കുറഞ്ഞ് റിക്കർസീവ് ആയിട്ട് നമുക്ക് കോൾസ് പൊക്കൊണ്ടിരിക്കും. റിക്കർസീവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. നമുക്ക് അതിനെ നമ്മുടെ റഷ്യൻ ഡോളുമായിട്ട് അനലോജി ചെയ്യാം. അതായത് നമ്മുടെ റഷ്യൻ ഡോൾ എങ്ങനെയാ? ഒരു വലിയൊരു എഗ്ഗ് പോലെ ഒരു ഷേപ്പ് കാണും, അല്ലെങ്കിൽ ഒരു ബോൾ കാണും. ആ ബോൾ തുറക്കുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു കുട്ടി ബോൾ, അത് തുറക്കുമ്പോൾ വീണ്ടും അതിനകത്തൊരു കുട്ടി ബോൾ. അങ്ങനെ കുറേ ഇന്നർ ബോൾസ് തുറന്ന് വരുമ്പോൾ അതിനകത്ത് ഫൈനലി നമുക്ക് നമ്മുടെ ഡോളിനെ കിട്ടും. സോ ദിസ് ഇസ് ഹൗ യുവർ റഷ്യൻ ഡോൾസ് ലുക്സ് ലൈക്ക്, റൈറ്റ്. സോ സിമിലർലി റിക്കർസീവ് ഫംഗ്ഷൻസ് എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ബിഗർ പ്രോബ്ലം ഫുൾ ആയിട്ട് വെച്ചിട്ട് റിക്കർസീവ് ഫംഗ്ഷനെ വിളിക്കും. ഈ പ്രോബ്ലം എന്ത് ചെയ്യും? സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ സബ് പ്രോബ്ലം വെച്ചിട്ട് വീണ്ടും റിക്കർസീവ് ഫംഗ്ഷനെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതും വീണ്ടും അഗെയിൻ സബ് പ്രോബ്ലമിനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും റിക്കർസീവ്ലി ആ ഫംഗ്ഷനെ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. സോ സബ് പ്രോബ്ലംസ് ഡിവൈഡ് ചെയ്ത് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരെ ഡിവൈഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മൾ റിക്കർസീവ് ഫംഗ്ഷനിലിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. ഫൈനലി നമ്മുടെ ബേസ് കേസ് എത്തുമ്പോൾ, അതായത് ഇനി നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓർ ഇതാണ് സ്മോളസ്റ്റ് യൂണിറ്റ് ആൻഡ് ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുന്നവരെ നമ്മൾ റിക്കർസീവ് ആയിട്ട് സ്മോളർ സബ് പ്രോബ്ലത്തിനെ വിളിച്ചുകൊണ്ടേയിരിക്കും, റൈറ്റ്. ഫൈനലി നമ്മുടെ ബേസ് കേസ് എത്തുമ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ട് കിട്ടും. അത് നമ്മൾ തിരിച്ച് നമ്മളെ വിളിച്ച ആൾക്ക് റിട്ടേൺ ചെയ്ത് ഫൈനലി നമുക്ക് ബിഗർ പ്രോബ്ലത്തിന് തന്നെ സൊല്യൂഷൻ കിട്ടും. ഇങ്ങനെയാണ് റിക്കർസീവ് ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. സിമിലർലി ആണ് നമ്മുടെ റിക്കറൻസ് റിലേഷൻഷിപ്പും വർക്ക് ആവുന്നത്. റിക്കറൻസ് റിലേഷൻഷിപ്പ് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ടി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രോബ്ലത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇസ് ഈക്വൽ ടു a into t of n by b. സി ടി ഓഫ് n by b, എന്നിനെ b വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുക. അതായത് നമ്മുടെ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലം ആക്കി. അങ്ങനെ എത്ര സബ് പ്രോബ്ലംസ് ഉണ്ട് അതാണ് a കാണിക്കുന്നത്. A will give you number of sub problems. നിങ്ങൾ ഓരോ റിക്കർസീവ് കോളിലും എത്ര സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതാണ് A റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ സബ് പ്രോബ്ലത്തിന് നമ്മുടെ ബൈനറി സെർച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമ്മുടെ സബ് പ്രോബ്ലത്തിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 പാർട്സിനാണ് അറ്റ് എ ടൈം ഐട്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ റിക്കർസീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്താവും? n/4 ആവും. സോ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മളിപ്പോൾ ലീനിയർ സെർച്ച് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ലീനിയർ സെർച്ചില്ല, ഫിബൊനാച്ചി ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? n-1 n-2 ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതിനെ റെഡ്യൂസ് ആവാം, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് റെഡ്യൂസ് ആവും. പക്ഷെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, n/b.
The main problem is getting divided into sub problems of size b. B size size b എന്ന് പറഞ്ഞാൽ b parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സബ് പ്രോബ്ലം. സബ് പ്രോബ്ലത്തിനെ ഡിനോട്ട് ചെയ്യുന്നു. പ്ലസ് എഫ് ഓഫ് എൻ, അതായത് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് അടുത്ത റിക്കേഴ്സീവ് കോൾ നടക്കുന്നതിന് മുന്നേയും പിന്നെയും അതിന് മുന്നും അതിന് ശേഷവും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഡൺ ഇൻ എ റിക്കേഴ്സീവ് കോൾ. അതായത് റിക്കേഴ്സീവ് ആയിട്ട് ഒരു ഫംഗ്ഷനെ വിളിച്ചു. ഇപ്പൊ ഇത് എടുക്കുവാണെങ്കിൽ ഇതിൽ ഒരു റിക്കേഴ്സീവ് കോൾ അവിടെ ഉണ്ട്. റിക്കേഴ്സീവ് കോൾ അല്ലാതെ നമ്മൾ എത്രത്തോളം വർക്ക് തന്നു അതിന്റെ വെയിറ്റ് ആണ് ഈ എഫ് ഓഫ് എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതാണ് നിങ്ങൾ ഒരു റിക്കറൻസ് റിലേഷൻഷിപ്പിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ വിൽ ബി ടെല്ലിങ് യു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ്. ഇത് മറക്കരുത്. ഈ ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിന്റെ റിക്കറൻസ് റിലേഷൻഷിപ്പ് എഴുതാൻ പറ്റും. So a into t of n by b plus f of n. f of n is nothing but the work done in a recursive problem. ഇനി a എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എത്ര റിക്കേഴ്സീവ് കോൾസ് ആണ് ഒരു, അതായത് ഈ കോഡ് നോക്കുക, കോഡിനകത്ത് എത്ര റിക്കേഴ്സീവ് കോൾസ് ഉണ്ടെന്ന് നോക്കുക, അതായിരിക്കും a. ഇനി ഓരോ റിക്കേഴ്സീവ് കോളിലും എന്നിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്നിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? n-1. 2 റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ n-2. അതിനെ ഭാഗിക്കുകയാണ്, 2 പാർട്സ് ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ n/2. 4 പാർട്സ് ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ n/4. അപ്പോൾ ഇത് എങ്ങനെ എഴുതണം? റിക്കേഴ്സീവ് കോളിനകത്ത് n എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അതനുസരിച്ച് വേണം ഇത് എഴുതാൻ. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ആ കോൾ അല്ലാതെ ബാക്കിയും കുറെ നമ്മൾ വർക്ക്സ് ചെയ്യുന്നുള്ളൂ, ആ വർക്കിന്റെ വെയിറ്റ്. കോൺസ്റ്റന്റ് വർക്ക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ബിഗ് ഓഫ് 1 കൊടുത്താൽ മതിയോ, റൈറ്റ്? പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഇവിടെ വാല്യൂസ് വരുള്ളൂ. ഇപ്പോൾ വീണ്ടും ഞാൻ മെർജ് സോർട്ടിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഫൈനലി ഞാൻ എല്ലാ യൂണിറ്റ്സിനും മെർജ് ചെയ്യും. അപ്പൊ n യൂണിറ്റ്സ് ഓഫ് വർക്ക് അവിടെ ഞാൻ അഡീഷണലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് എത്ര വരും? n വരും. സോ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും മനസ്സിലായാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യാം. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ആദ്യം ഈ പ്രോബ്ലം ചെയ്യാം. വാട്ട് ഫങ് ജസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ടേക്സ് എൻ ആർഗ്യുമെന്റ് n. അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഇഫ് n ഡബിൾ ഈക്വൽ ടു 0, n ഡബിൾ ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബേസ് കേസ്. ഇതാണ് നമ്മുടെ ബേസ് കേസ്. ഓക്കെ, സ്മോളസ്റ്റ് യൂണിറ്റ്. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? ബേസ് കേസ് കഴിഞ്ഞിട്ട് ആകെ ഇത് എന്താ ചെയ്യുന്നത്? ആകെ ഒരു പ്രിന്റിങ്ങേ ഉള്ളൂ. അപ്പൊ അതിനൊരു വെയിറ്റ് നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് എത്ര? 1 ആണ്. സ്റ്റെപ്പ് കൗണ്ട് 1 കൊടുക്കുക. ഇനി എന്താ നടക്കുന്നത്? ഇനി ഒരു റിക്കേഴ്സീവ് കോൾ വിളിച്ചിരിക്കുക, ഫംഗ്ഷൻ ഓഫ് n-1. അതായത് സെയിം ഫംഗ്ഷനെ n-1 യൂണിറ്റ് വെച്ച് വിളിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇതിന്റെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ടി ഓഫ് n എന്തായിരിക്കും? ഇവിടെ എത്ര ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഈ ഫംഗ്ഷനകത്ത് എത്ര റിക്കേഴ്സീവ് കോൾസ് ഉണ്ട്? ആ ഒറ്റ കോളേ ഉള്ളൂ. അപ്പൊ എന്റെ വാല്യൂ 1 ആയിരിക്കും. a 1 ആണെങ്കിൽ ടി ഓഫ് n/b എഴുതണ്ടേ? n/b എഴുതേണ്ടത് ഈ റിക്കേഴ്സീവ് കോളിനകത്തുള്ള വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കണം. ഇവിടെ n-1 ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? n-1 പ്ലസ് വെയിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയാ, കോസ്റ്റ് ഓഫ് എവറി അതർ സ്റ്റെപ്സ്. നമ്മൾ നേരത്തെ ഇത് സ്റ്റെപ്പ് കൗണ്ട് ആണ്, ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സിന്റെയും കൂടെ സ്റ്റെപ്പ് കൗണ്ട്. ആകെ നമുക്കൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ ഒരു 1 കൊടുക്കാം, റൈറ്റ്? ഇതാണ് ഇതിന്റെ റിക്കറൻസ് റിലേഷൻഷിപ്പ്. ഇനി ഇതിന്റെ റിക്കറൻസ് റിലേഷൻഷിപ്പ് നോക്കിയാലോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ബേസ് കേസ്. കണ്ടോ? ബേസ് കേസ് ഐഡന്റിഫൈ ചെയ്യുക. ബേസ് കേസ് കണ്ടുപിടിച്ചു. n ലെസ് ദാൻ ഈക്വൽ ടു 1. അതായത് n 1 0 പിന്നെ നെഗറ്റീവ് നമ്പേഴ്സോ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് ഉള്ള വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. നമുക്ക് ആകെയുള്ളത് 2 റിക്കേഴ്സീവ് കോൾ. അങ്ങനെ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ടി ഓഫ് എൻ എങ്ങനെയാവും? ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്ന 2 കോൾ ഉണ്ട്, അതുകൊണ്ട് 2 ഇൻറ്റു ടി ഓഫ് ഈച്ച് ഫംഗ്ഷൻ കോളിലും നമ്മുടെ n എങ്ങനെയാ മാറുന്നത്? ഡിവൈഡഡ് ബൈ 2 ആയിട്ടാ മാറുന്നത്, ഹാഫ് ആയിട്ട് മാറുക. സോ 2t n/2 പ്ലസ് ഇവിടെ പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ഒന്നുമില്ല, അതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് എ കോൺസ്റ്റന്റ് വാല്യൂ 1, റൈറ്റ്? അടുത്ത നോക്കാം, ഫിബൊനാച്ചി. ഈ ഫിബൊനാച്ചി ഫംഗ്ഷൻ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ബേസ് കേസ്. അതായത് എപ്പോഴേക്കും 1 1 താഴെയോ ഉള്ള വാല്യൂ ആവുന്നു അപ്പോഴേക്കും നമ്മൾ റിട്ടേൺ ചെയ്യും. അതല്ല നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എത്ര ഫംഗ്ഷൻ കോൾസ് ഉണ്ട്? 2 ഫംഗ്ഷൻ കോൾസ് ഉണ്ട്, n-1 പ്ലസ് n-2. അപ്പൊ ഇവിടെ എത്ര വരും? ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ കോൾ ഉണ്ട്, അപ്പൊ 2, റൈറ്റ്? പക്ഷെ ഈ 2
എഴുതുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്താ, ഫസ്റ്റ് കോളിൽ n-1 സെക്കൻഡ് കോളിൽ n-2 അപ്പൊ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. ഈക്വൽ വെയിറ്റിലാണോ അവിടെ സബ്ട്രാക്ഷൻ നടക്കണേ? അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ എഴുതും, ടി ഓഫ് n-1, ആദ്യത്തത് n-1 പ്ലസ് ടി ഓഫ് n-2, രണ്ടാമത്തതിന്റെ n-2 പ്ലസ് കോൺസ്റ്റന്റ് വെയിറ്റ്. സോ ഇതായിരിക്കും അതിന്റെ റിക്കറൻസ് റിലേഷൻഷിപ്പ്. ഫൈനലി ബൈനറി സെർച്ച്. സോ ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ബൈനറി സെർച്ച് നോക്കാം. ബൈനറി സെർച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈനറി സെർച്ചിൽ നമ്മൾ നമ്മുടെ ഡേറ്റനെ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് മിഡ് ആണോ എന്ന് നോക്കുന്നു. മിഡ് അല്ല എങ്കിൽ നമ്മൾ ലെസർ വാല്യൂ പോകും, അല്ലെങ്കിൽ റൈറ്റർ വാല്യൂ പോകും. അപ്പൊ അവിടെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ 2 ഭാഗവും വർക്ക് ആകുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ഭാഗമല്ലേ വർക്ക് ആവുന്നുള്ളൂ, റൈറ്റ്? അപ്പോ ഇവിടെ 2tn/2 എന്ന് എഴുതണോ? 2 റിക്കർസീവ് കോളം വർക്ക് ആവോ? അവിടെ 2 റിക്കർസീവ് കോളം ഉണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. പക്ഷെ അതിൽ ഏത് ഒന്നേ വർക്ക് ആവുള്ളൂ. അപ്പൊ നമ്മളവിടെ 2tn/2 എന്ന് എഴുതണ്ട, ഏത് ഒന്നേ വർക്ക് ആവുള്ളൂ. സോ ഇറ്റ് ഈസ് n/2. ബൈനറി സെർച്ചിനകത്ത് പിന്നെ n/2 ചെയ്തതിന് ശേഷം, ഡിവൈഡ് ബൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടിന്യൂസ് സെർച്ച് ചെയ്ത് പോകുന്നതല്ലാതെ നമുക്ക് അവിടെ വെയിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, റൈറ്റ്? സോ നമ്മുടെ ബൈനറി സെർച്ചിന്റെ ഇക്വേഷൻ t of n is equal to t of n/2 plus 1 എന്ന് വരും. അവിടെ t of n/2 എന്തുകൊണ്ട് 2tn/2 വന്നില്ല എന്ന് മനസ്സിലായല്ലോ. അവിടെ 2 കോൾസ് ഉണ്ട്, പക്ഷെ ഒന്നേ ഒരു ടൈമിൽ വർക്ക് ആവുള്ളൂ. അതുകൊണ്ടാണ് 2 വരാത്തത്. അത് മറക്കരുത്. പിന്നെ മെർജ് സോർട്ട്. ഇനി മെർജ് സോർട്ട് ചെയ്യാം. മെർജ് സോർട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? മെർജ് സോർട്ടിൽ നമുക്ക് 2 ഫംഗ്ഷൻ കോൾസ് ഉണ്ടാവും, റൈറ്റ്? ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ എന്തിനാ? നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അത് കോൾ എങ്ങനെയാ? ഡിവൈഡ് ചെയ്യാനുള്ള കോൾ ആയിരിക്കും, അല്ലെ? ഡിവൈഡ് ചെയ്യാനുള്ള കോളാണ്. അപ്പൊ ഒരു എന്നിന് നമ്മൾ എന്ത് ചെയ്യും? 2 കോൾ വിളിക്കും. n/2 വെച്ച് 2 കോൾ വിളിക്കും, അല്ലെ? ലെഫ്റ്റ് സൈഡിനെയും ഡിവൈഡ് ചെയ്യും, റൈറ്റ് സൈഡിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീണ്ടും ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും, റൈറ്റ് സൈഡിലും വീണ്ടും കണ്ടിന്യൂ ചെയ്യും, റൈറ്റ്? അപ്പൊ അവിടെ 2 വേണം, കാരണം 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2 സൈഡിലും നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ കോൾ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് n/2, റൈറ്റ്? 2tn/2 പ്ലസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പിന്നെ എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് 2 റിക്കർസീവ് കോൾസ്, ഡിവിഷനിലുള്ള 2 റിക്കർസീവ് കോൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ മെർജ് ചെയ്യുന്ന കോളാണ്, റൈറ്റ്? മെർജ് ചെയ്യാനുള്ള വേറൊരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കും. ആ ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ n/2 സൈസ് ഉള്ള 2 സബ് അറേയാണ് കൊടുക്കുന്നെങ്കിൽ ആ 2 സബ് അറേയിലും 2 ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് i, j എന്ന 2 പോയിന്റേഴ്സ് വെച്ചിട്ട് ലെസ്സും ഗ്രേറ്റർ നോക്കും. i ആണോ, ith വാല്യൂ ആണോ ലെസ്, jth വാല്യൂ ആണോ ലെസ് നോക്കും. ലെസ്സറിനെ എടുത്ത് മെർജ്ഡ് അറേയിലോട്ട് വെക്കും, സോർട്ടഡ് അറേ ആയിട്ട് വെക്കും. അങ്ങനെ നമ്മൾ ഫൈനലി സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യും. അപ്പോൾ അവിടെ n/2 എന്ന എലമെന്റ്സ് നമ്മൾ എത്ര ടൈം ഐട്രേറ്റ് ചെയ്യും? ഫുൾ എലമെന്റ്സിനെ ഐട്രേറ്റ് ചെയ്യില്ലേ? അവിടെ അതിന്റെ വെയിറ്റ് എത്രയാ? ബിഗ് ഓഫ് n. സോ ഇതായിരിക്കും മെർജ് സോർട്ടിന്റെ റിക്കർസീവ് റിലേഷൻഷിപ്പ്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ റിക്കറൻസ് റിലേഷൻഷിപ്പ് ഇസ് നത്തിങ് ബട്ട് ദ വേ യു എക്സ്പ്രസ് the time complexity in terms of its smaller version of itself. Expressing the time complexity t of n of a recursive function in terms of the smaller version of itself is known as recurrence relationship. അതിന്റെ ഓൾമോസ്റ്റ് ഫോർമുല ഇതാണ്: t of n is equal to a into t of n by b plus f of n. a എന്ന് പറയുന്ന എത്ര റിക്കർസീവ് കോൾ നമ്മുടെ ഒരു ഫംഗ്ഷനകത്ത് വരുന്നു അത് ആ കൗണ്ട് ആണ് a. n/b എന്ന് കാണിക്കുന്നത് ഒന്നുമല്ല, നമ്മുടെ വാല്യൂ എങ്ങനെയാണ്, നമ്മുടെ n സൈസ് എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ആക്കുന്നത് അതാ കാണിക്കും. ചിലപ്പോൾ അത് ഡിവൈഡഡ് ബൈ 2 ആവാം, ഡിവൈഡഡ് ബൈ 3 യൂണിറ്റ്സ് ആവാം. അങ്ങനെയെങ്കിൽ b എന്താവാം? 3 ആവാം, 2 ആവാം. ഇനി b ഇല്ലാതെ 1 വാല്യൂ വെച്ച് കുറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ n-1, n-2 ഇതൊക്കെ വരാം. f of n gives you the cost of the work done other than the recursive call. റിക്കർസീവ് കോൾ അല്ലാതെ ബാക്കി എന്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ വെയിറ്റ് കാണിക്കാനാണ് f of n വരുന്നത്. സോ ഈ 5 എക്സാമ്പിൾസ് നമ്മളിവിടെ ചെയ്തു. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് റിക്കറൻസ് റിലേഷൻഷിപ്പ് തന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യും, അതിൽ നിന്ന് എങ്ങനെ അൽഗോരിതത്തിന് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. അത് നമുക്ക് ബേസിക്കലി 4 മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങളുടെ സിലബസിൽ 2 മെത്തേഡ്സേ ഉള്ളൂ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്, രണ്ടാമത്തത് റിക്കറൻസ് ട്രീ മെത്തേഡ്. സോ നമുക്ക് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ റിക്കറൻസ് ഇക്വേഷൻ എടുക്കുവാണ്. ഫസ്റ്റ് വൺ t of n is equal to 2tn/2 plus n. ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. t of n is equal to 2t of n/2
പ്ലസ് എൻ. ഇതാണ് നമ്മുടെ റിക്കറൻസ് റിലേഷൻഷിപ്പ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗെസ് ചെയ്യും. നമ്മൾ റിസൾട്ട് ഇതായിരിക്കും എന്ന് ആദ്യം ഒന്ന് ഗെസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗെസ് ചെയ്യുക എന്ന്. അപ്പോൾ ഞാൻ ഗെസ് ചെയ്യുവാണ് എൻ്റെ ടി ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബിഗ് O ഓഫ് log n ആണ്, n log n ആണെന്ന് ഞാൻ അങ്ങ് ഗെസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗെസ് ചെയ്യുക. വാട്ട് വുഡ് ബി യുവർ ആൻസർ, ഫൈനൽ ആൻസർ? സോ ഞാൻ ഗെസ് ചെയ്യുവാണ് എൻ്റെ റിസൾട്ട് വന്നിട്ട് n log n ആയിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഇത് ഗെസ് ചെയ്തു? ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ? ഹാഫ് ആയിട്ട് പോവുകയാണ്, ഹാഫ് ആയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഒരു n നമ്പർ ഓഫ് ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐദർ ദ റിസൾട്ട് വിൽ ബി n log n ഓർ log n. അതിൽ ഞാൻ n log n എടുത്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് we are going to assume that this guess works perfectly fine for a smaller input. ഇവിടെ നമ്മുടെ സ്മോളർ ഇൻപുട്ട് എങ്ങനെയാ ചേഞ്ച് ആവുന്നത്? n/2 ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് ടി ഓഫ് n/2ന് ഇത് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഈ ഇക്വേഷനെ ഈ ബിഗ് O കളയാൻ വേണ്ടിയിട്ട് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ടി ഓഫ് n ലെസ് ദാൻ ഈക്വൽ ടു c ഇൻറ്റു n log n എന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ഈ ബിഗ് O കളയാൻ വേണ്ടിയിട്ടാണ്. ഒരു കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിനൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണല്ലോ ബിഗ് O അപ്ലൈ ചെയ്യുന്നത്. സോ ആ കോൺസ്റ്റന്റ് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ബിഗ് O എടുത്ത് കളയുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഇക്വേഷന് എന്നിന്റെ സ്ഥാനത്ത് n/2 ഇട്ടുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ ടി ഓഫ് n/2 എന്ന ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ c ഓഫ് n/2 log n/2. ഓക്കെ, ഇത് ഞാൻ അസ്യൂം ചെയ്യാണ് ഇസ് കറക്റ്റ്. ഓക്കെ, ഇത് കറക്റ്റ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ ആദ്യം എന്ത് ചെയ്യുക? റിസൾട്ട് ഗെസ് ചെയ്യുക. എന്നിട്ട് ഗെസ് ചെയ്തിട്ട് സ്മോളർ വേർഷൻ ഓഫ് ടി ഓഫ് എന്നിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗെസ് ചെയ്ത റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ഗെസ് ചെയ്യുക, അസ്യൂം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്രൂഷ്യൽ സ്റ്റെപ്പ്, പ്രൂവ് ദാറ്റ് യുവർ ഗെസ് ഇസ് കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു പ്രൂവ് ആർ ഗെസ് ഇസ് കറക്റ്റ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ റിക്കറൻസ് റിലേഷൻഷിപ്പിനകത്ത് ടി ഓഫ് n/2 വരുന്നിടത്തെല്ലാം ഈ ഒരു റിസൾട്ട് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് എടുത്ത് അപ്ലൈ ചെയ്യും. എന്നിട്ട് വി വിൽ ഇക്വേറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ടി ഓഫ് n ഇസ് ഈക്വൽ ടു 2t n/2ന് പകരം എന്തിടുക? T ഓഫ് n/2 ആണ്. അപ്പോൾ ടി ഓഫ് n/2ന് പകരം c n/2 log n/2 പ്ലസ് n എന്നിടുക. റൈറ്റ്, ഇതിനകത്ത് 2 വെട്ടിപ്പോകും. ബാക്കി നമുക്കുള്ളത് ടി ഓഫ് n ഇസ് ഈക്വൽ ടു c n log n/2 പ്ലസ് n. ഇനി ലോഗ് a/bക്ക് ഒരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു log a മൈനസ് log b. സോ ഞാൻ അത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്. സോ ഇറ്റ് വിൽ ബിക്കം c n log n മൈനസ് log 2 പ്ലസ് n. log 2ന്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് വിൽ ബിക്കം 1 ആണ്. എന്നിട്ട് ഞാനിത് എക്സ്പാൻഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി c n log n മൈനസ് c n പ്ലസ് n. ഇനി ഇതിലോട്ട് ബിഗ് O അപ്ലൈ ചെയ്യാം. ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റൻസ് എല്ലാം കളയും. റൈറ്റ്, കോൺസ്റ്റന്റ് ടേംസ് കളയും. ഇത് വേണമെങ്കിൽ വീണ്ടും കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്തിട്ട് ബിഗ് O അപ്ലൈ ചെയ്യും. സോ ഇത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ n വെളിയിൽ എടുക്കുവാണ്. ബാക്കിയുള്ളത് c log n മൈനസ് c പ്ലസ് 1. ഇനി ബിഗ് O അപ്ലൈ ചെയ്യാം. ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കോൺസ്റ്റൻസ് എല്ലാം പോകും. c ഇസ് എ കോൺസ്റ്റന്റ്, അത് എന്തായാലും പോവും. ബാക്കിയുള്ളത് nc log n ആണ്. അതിൽ വീണ്ടും c ഇസ് അഗെയിൻ എ കോൺസ്റ്റന്റ്, അതും പോവും. സോ ഫൈനൽ റിസൾട്ട് വിൽ ബി ബിഗ് O ഓഫ് n log n. And this is equal to what we have guessed. So എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്? ലെറ്റ്സ് ഡു വൺ മോർ ക്വസ്റ്റ്യൻ. T of n is equal to T of n minus 1 plus 1. So ഞാൻ ഇനി ഈ റിക്കറൻസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് വെച്ച് റിസോൾവ് ചെയ്യാൻ നോക്കുകയാണ്. സോ ഇത് കണ്ടിട്ട് ഐ എം ഗോണ ഗെസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോ ഗെസ് ചെയ്യാം അല്ലേ? So I'm going to guess the time complexity will be T of n is equal to big O of n ആണെന്ന് ഞാൻ ഗെസ് ചെയ്യാം. കാരണം ഇവിടെ നമ്മുടെ
ഒന്ന് നോക്കിയാൽ കാണാം നമ്മുടെ വാല്യൂ എങ്ങനെയാ ചേഞ്ച്, ഒന്ന് -1 ആണ്, ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ആവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 10 എലമെന്റ്സ് ആണെങ്കിൽ 10 9 ആവും, 8 ആവും, അങ്ങനെ ഫസ്റ്റ് എലമെന്റ് വരെ പോവാം. അപ്പോൾ n ടൈംസ് അത് ഐട്രേറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഫങ്ഷൻസിന്റെ കോസ്റ്റ് വന്നിട്ട് നെഗ്ലിജിബിൾ ആണ്. സോ ഫൈനലി നമുക്ക് ബിഗ് ഓഫ് n കിട്ടാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഗസ് ചെയ്യുക, എന്നിട്ട് ബിഗ് ഓ കളഞ്ഞ് സി എൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇങ്ങനെ അസ്യൂം ദാറ്റ് ദിസ് ഇസ് കറക്റ്റ് ഫോർ എ സ്മോളർ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ സ്മോളർ വാല്യൂ ടി ഓഫ് n - 1 ആണ്. അപ്പോൾ ടി ഓഫ് n - 1നെ ഞാൻ എങ്ങനെ എഴുതാം? അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു സി ഓഫ് n - 1, അതായത് സി എൻ മൈനസ് സി എന്ന് എഴുതുക. ഇനി അടുത്തത് എന്താണ്? പ്രൂവ് ചെയ്യുക. സോ പ്രൂവ് ചെയ്യുക ടി ഓഫ് n, നമ്മുടെ റെക്കറൻസ് റിലേഷൻഷിപ്പിനെ അങ്ങനെ എടുത്തെഴുതുക. ടി ഓഫ് n - 1ന് നേരത്തെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു സി എൻ മൈനസ് സി പ്ലസ് 1. ബാക്കിയുള്ളത് അങ്ങനെ എഴുതാം. ഇനി നമുക്കിതിനെ റിസോൾവ് ചെയ്യാം. സോ ഇതിനകത്തുനിന്ന് സി കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ളത് n - 1 പ്ലസ് 1, റൈറ്റ്? ഇത് കോമൺ ആയിട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചോണ്ട് ബിഗ് ഓ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ബിഗ് ഓ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ബിഗ് ഓ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? 1 കോൺസ്റ്റന്റ് ആണ് പോവും, സി കോൺസ്റ്റന്റ് ആണ് പോവും. ബാക്കിയുള്ളത് ബിഗ് ഓഫ് സി എൻ, അതിൽ അഗെയിൻ കോൺസ്റ്റന്റ് ആണ് സി, അതും പോവും. ബാക്കിയുള്ളത് ബിഗ് ഓഫ് എൻ, which proves our guess. Now final question, t of n is equal to 2 into t of n by 2 plus n square. So ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ഡേറ്റ, നമ്മുടെ അറേ, n സൈസുള്ള അറേ നമ്മൾ ഇൻപുട്ട് ആയിട്ട് റിക്കർസീവ് ഫംഗ്ഷന് കൊടുത്താൽ അതിന് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ? 2 ടൈംസ് n/2 വരുന്ന 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് റിക്കർസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നു ഡിവിഷൻ ഇസ് ഹാഫ്, റൈറ്റ്? ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ റിസൾട്ട് മാക്സിമം n log n വരാം, അല്ലെങ്കിൽ log n ഓർ n log n, മാക്സിമം n log n. ഇനി ഈ പ്ലസ് കഴിഞ്ഞ് വരുന്ന ടേം നോക്കിക്കോ, എക്സ്ട്രാ വർക്ക് ഇവിടെ n സ്ക്വയർ ആണ്. അതായത് റിക്കർസീവ് ഫംഗ്ഷൻ കോളിനെ കാട്ടിലും കൂടുതൽ വർക്ക് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ആ എക്സ്ട്രാ വർക്കിലാണ്. എക്സ്ട്രാ വർക്കിന്റെ കോസ്റ്റ് ആണ് വലുത്. അപ്പൊ ഫൈനലി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എടുത്തു വരുമ്പോൾ അത് ബിഗ് ഓഫ് n സ്ക്വയർ ആവാനാണ് ചാൻസ്. സോ ഞാനിവിടെ ഗസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. സോ ഇങ്ങനെയാണ് ഗസ് ചെയ്യേണ്ടത്. ഇനി n സ്ക്വയർ വർക്ക് ആയില്ലെങ്കിൽ യു ഹാവ് ടു ഡു റീഗസിങ്ങിൽ ഇതിൽ n log n വരാം, n സ്ക്വയർ ഓർ n log n, അതെ മാക്സിമം n സ്ക്വയർ ആയിരിക്കും. n സ്ക്വയർ എന്തായാലും വർക്ക് ആവും. ബട്ട് ഇങ്ങനെയാണ് ഗസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഭാഗങ്ങളും നോക്കുക, ഏതിൻ്റെ വർക്കാണ് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് നോക്കുക, എന്നിട്ട് അതിന് റിലേറ്റീവ് ആയിട്ട് ഏത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഫൈനൽ റിസൾട്ട് കിട്ടും എന്ന് ഗസ് ചെയ്യാം. ഓക്കെ, സോ ഐ എം ഗോണ ഗസ് ഹിയർ ടി ഓഫ് n ഇസ് ഈക്വൽ ടു ബിഗ് ഓഫ് n സ്ക്വയർ. ഇനി അടുത്ത എന്താ? we need to assume that t of n by 2, ഇവിടെ n by 2 എടുത്ത് എന്താ? ഇവിടെ നമുക്ക് t of n നെ t of n by 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ നമ്മുടെ സബ് പ്രോബ്ലത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ n by 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബിഗ് ഓ മാറാൻ ഇത് സി എൻ സ്ക്വയർ എന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതണം, റൈറ്റ്? അപ്പോൾ ബിഗ് ഓഫ് n by 2 the whole square എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു സി എൻ സ്ക്വയർ ബൈ 4 എന്ന് വരും, റൈറ്റ്? സോ അസ്യൂം ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ പ്രൂവ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഇസ് പ്രൂവ്. അപ്പോൾ റിക്കറൻസ് റിലേഷൻഷിപ്പ് അങ്ങനെ എടുത്തെഴുതുക. ടി ഓഫ് n ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി ഓഫ് n by 2. ടി ഓഫ് n by 2 നേരത്തെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സി എൻ സ്ക്വയർ ബൈ 4 പ്ലസ് n സ്ക്വയർ. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. ഇതിൽ നമുക്ക് 2 കിട്ടും. സോ ബാക്കിയുള്ളത് സി എൻ സ്ക്വയർ ബൈ 2 പ്ലസ് n സ്ക്വയർ, റൈറ്റ്? ഇതിനെ കമ്പൈൻ ചെയ്ത് സി എൻ സ്ക്വയർ പ്ലസ് 2n സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, റൈറ്റ്? ഇനി ഇതിനകത്ത് കോമൺ വെളിയിൽ എടുക്കാം. സോ ഇറ്റ് വിൽ ബി n സ്ക്വയർ ഇൻറ്റു സി പ്ലസ് 2, സി അല്ലേ കോൺസ്റ്റന്റ്, സി പ്ലസ് 2 ബൈ 2, റൈറ്റ്? ഇനി ഇതിൽ ബിഗ് ഓ അപ്ലൈ ചെയ്യാം. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് n സ്ക്വയർ
into c plus 2 by 2. The whole by 2 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബിഗ് O അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻസ് എല്ലാം പോകും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ കോൺസ്റ്റൻസ്, അപ്പോൾ അത് മൊത്തത്തിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്ന ബിഗ് ഓഫ് n സ്ക്വയർ. സോ ദാറ്റ് പ്രൂവ്സ് അവർ അസംഷൻ, സോറി അവർ ഗെസ്. സോ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ റിക്കറൻസ് റിലേഷൻഷിപ്പ് സോൾവ് ചെയ്യുന്നത്? So next approach for solving a recurrence relationship is recurrence tree. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിന് നമ്മൾ ട്രീ വരച്ചിട്ട് ട്രീയുടെ ബേസിസിൽ നമ്മൾ പിക്ടോഗ്രാഫിക്കലി നമ്മളത് സോൾവ് ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് റിക്കറൻസ് ട്രീയിൽ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഹാഫിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ നമുക്കിപ്പോൾ n ആണ് ഇൻപുട്ട് എങ്കിൽ, നമ്മുടെ റിക്കർസീവ് ഫംഗ്ഷൻ ഇൻപുട്ട് എങ്കിൽ അതെന്ത് പറ്റുന്നു? അത് 2n/2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ആകുന്നു, റൈറ്റ്? സോ വി ആർ ഗോണ റൈറ്റ് n/2 n/2. ഇപ്പം എന്ത് പറ്റി? നമ്മുടെ ഫസ്റ്റ് n ആണ് ഫസ്റ്റ് റിക്കർസീവ് കോളിൻ്റെ ഇൻപുട്ട് എങ്കിൽ ആ റിക്കർസീവ് കോളിനകത്ത് എന്ത് സംഭവിക്കുന്നു? അതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, n/2 n/2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മുടെ ട്രീ എന്തായി? 2 ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി ഈ n/2 വെച്ച് വീണ്ടും റിക്കർസീവ് ആയിട്ട് വിളിച്ചാൽ എന്ത് പറ്റും? വീണ്ടും അത് ഡിവൈഡഡ് ബൈ 2 ആവും, അല്ലേ? സോ ഇറ്റ് വിൽ ബിക്കം n/4 n/4. സിമിലർലി ഇതും n/4 n/4 എന്ന അങ്ങനെ മൊത്തത്തിൽ 4 പാർട്സ് വരും. ഇത് റിപ്പീറ്റഡ് ആവും n/8 n/8. അങ്ങനെ ലാസ്റ്റ് എന്നിന്റെ വാല്യൂ 1 ആകുന്നത് വരെ ഈ കോൾസ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്, റൈറ്റ്? നമുക്ക് n നമ്പർ ഓഫ് വൺസ് കിട്ടുന്നവരെ ഈ നമ്പർ കോൾ ചെയ്യും. ഇത് 1ലാണ് എൻഡ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായി? നമ്മൾ നോർമലി എഴുതുന്ന അൽഗോരിതത്തിന് നമ്മുടെ ബേസ് കേസ്, റിക്കർസീവ് അൽഗോരിതത്തിന് ബേസ് കേസ് എന്ന് പറഞ്ഞാൽ n = 0 or n = 1 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നോർമലി ഒറ്റ സംഖ്യ ആകുമ്പോൾ, മീൻസ് ഒറ്റ ബ്ലോക്ക് ആകുമ്പോൾ ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പം n = 1 ആയിരിക്കും പ്രോബബിൾ ആൻസർ. സോ ഇനി നമുക്ക് നോക്കാം ഓരോ ലെവലിലും എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഓരോ ലെവലിലെയും നമുക്ക് കിട്ടിയ വാല്യൂസിനെ ആഡ് അപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? n, ഒന്നേ ഉള്ളൂ. സെക്കൻഡ് ലെവലിൽ കിട്ടുന്നത് എന്താ? n/2 പ്ലസ് n/2 വിച്ച് ഇസ് ഈക്വൽ ടു അഗൈൻ n, റൈറ്റ്? തേർഡ് ലെവലിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? n/4 പ്ലസ് n/4 പ്ലസ് n/4 പ്ലസ് n/4 വിച്ച് ഇസ് ഈക്വൽ ടു 4n/4 വിച്ച് ഇസ് ഈക്വൽ ടു n, റൈറ്റ്? അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ n/8 കൂടെ നോക്കാം. n/8 നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും? 8n/8 കിട്ടും, റൈറ്റ്? ഓരോ ഇതിനും 2 എണ്ണം വെച്ച് കിട്ടും. അപ്പം 8n/8 കിട്ടുവാണെങ്കിൽ 8n/8 വിച്ച് വിൽ ഗിവ് യു n ഓൺലി, റൈറ്റ്? ലാസ്റ്റ് ലെവലിൽ എന്ത് പറ്റും? n വൺസ് കിട്ടും, റൈറ്റ്? സോ ഫൈനലി ദാറ്റ് ലെവൽ ഇസ് ഓൾസോ ഗോണ ഗിവ് യു n. സോ എല്ലാ ലെവലിലും നമുക്ക് കിട്ടുന്ന സം എന്തുവാണ്? n തന്നെയാണ്. നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് n തന്നെയാണ്, ഓക്കെ? ഇനി അങ്ങനെയാണെങ്കിൽ എത്ര ലെവൽസ് ഉണ്ട്? ഒരു ട്രീയുടെ ഹൈറ്റ് എന്താ? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു ട്രീയുടെ ഹൈറ്റ് log n ആണ്. പ്ലസ് നമ്മുടെ ഫസ്റ്റ് ലെവൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. സോ വിച്ച് വിൽ ബി log n + 1. അങ്ങനെ ഓരോ ലെവലിലും n കിട്ടുവാണെങ്കിൽ ഈ n പ്ലസ് ഈ n പ്ലസ് ഈ n പ്ലസ് എക്സെട്ര അപ് ടു ദിസ് n, അതിന് എനിക്ക് n ഇൻറ്റു log n + 1 എന്ന് എഴുതിക്കൂടെ? log n + 1 ടൈംസ് n കിട്ടി. അപ്പം എന്നെ സം ചെയ്ത് എഴുതുന്നതിന് പകരം അതിനെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി n ഇൻറ്റു log n + 1 എന്ന് എഴുതി. അതായത് 1 + 1 + 1 + 1 എന്ന് 5 പ്രാവശ്യം പറയുന്നതും 5 × 1 എന്ന് പറയുന്നതും സെയിം അല്ലേ? സെയിം തിങ് ഇവിടെ എഴുതി. എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? n log n + n എന്ന് കിട്ടും, റൈറ്റ്? ഇനി ബിഗ് O അപ്ലൈ ചെയ്യാം. ബിഗ് O അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ബിഗ് O അപ്ലൈ ചെയ്താൽ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻസ് ഒക്കെ പോവും. ഇവിടെ കോൺസ്റ്റൻസ് ഒന്നുമില്ല. ബാക്കിയുള്ളത് n ന്റെ 2 ടേംസ് ആണ്. അപ്പോൾ ബിഗ് Oയുടെ സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താ സെക്കൻഡ് റൂള്? 2 ടേംസ് ഉണ്ടെങ്കിൽ 2ൽ ലാർജസ്റ്റ് എടുക്കും. 2 n ടേംസ് ഉണ്ടെങ്കിൽ അതിൽ ലാർജസ്റ്റ്. സോ n log n ആണോ n ആണോ വലുത്? ഓഫ് കോഴ്സ് യെസ്, n log n. അപ്പോൾ n ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് ബിഗ് O ഓഫ് n log n. ഇത് തന്നെയല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനേക്കാളും റിക്കറൻസ് ട്രീ കുറച്ചുകൂടെ ഈസിയാണ്. ലെറ്റ്സ് ട്രൈ ഫോർ ദ നെക്സ്റ്റ് വൺ.
വേറെ ഒരെണ്ണം ചെയ്യാം, കുറച്ചുകൂടെ. സോ നമുക്കിനി ഈ റിക്കറൻസ് റിലേഷൻഷിപ്പ് ഒന്ന് സോൾവ് ചെയ്താലോ യൂസിങ് റിക്കറൻസ് ട്രീ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഇൻറ്റു ടി ഓഫ് n/4 ആണ്. അതിനർത്ഥം എന്താ, n/4 ആയിട്ടാണ് നമ്മുടെ ഡേറ്റേനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിന് 3 യൂണിറ്റ്സ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ട്രീക്ക് എത്ര ലീഫ് വരും? ഓരോ നോഡിനും 3 ലീവ്സ് വരും, ഓരോന്നും n/4 വെയിറ്റോടെ. ഓക്കെ, സോ n എന്നൊരു ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ അതിനെ n/4 എന്ന വെയിറ്റ് ഉള്ള 3 ലീവ്സ് ആയിട്ട് ഡിവൈഡ് ആവും. ഓക്കെ, ഇത് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ. ഇനി അടുത്ത ലെവലിൽ എന്ത് പറ്റും? വീണ്ടും n/4ന് n/4/4 വരുന്ന, n/4 the whole divided by 4 വരുന്ന, അതായത് n/16 വരുന്ന എത്ര ലീവ്സ്? 3 ലീവ്സ് ആയിട്ട്. The same happens to all other parent leaves. എല്ലാത്തിനും n/16 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 വരും, right? This again is to going to continue till a kth level where you get ones, right? n ones കിട്ടുന്ന വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് കുറവായിരിക്കും, കാരണം n-നെ by4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, കുറച്ചുകൂടെ വലുതായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, റൈറ്റ്? ഇനി നമുക്ക് ഇതിന്റെ സം എടുക്കാം ഓരോ ലെവലും. 0th ലെവലിൽ എത്രയാ സം? n തന്നെയാണ്. സെക്കൻഡ് ലെവൽ, ഫസ്റ്റ് ലെവലിൽ എന്താ? 3 ഇൻറ്റു n/4 എന്ന് കിട്ടി, റൈറ്റ്? n/4 plus n/4 plus n/4 which is 3 n/4. ഇനി അടുത്ത ലെവലിലാണെങ്കിൽ എന്ത് സംഭവിച്ചു? 3 plus 3 plus 3 that is 9 n/16 കിട്ടി, റൈറ്റ്? n/16 9 ഉണ്ട്. ഇത് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്താൽ 3 n/4 എന്ന് കിട്ടിയില്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ലെവൽസിലും സെയിം തന്നെയല്ലേ നടക്കാൻ പോകുന്നത്. ഇനിയുള്ള ഓരോ ലെവൽസിലും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 3 n/4 തന്നെയായിരിക്കും, റൈറ്റ്? അപ്പോൾ ഇതിനെ ഇക്വേഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? n പ്ലസ് 3 n/4 പ്ലസ് 3 n/4 പ്ലസ് 3 n/4. ഓ സോറി, ഞാനിവിടെ n² മിസ്സാക്കി. സോ നമ്മൾ ഇൻപുട്ട് തന്നെ n² എടുക്കണം. ഓക്കെ, n² എടുക്കുവാണെങ്കിൽ ഇവിടെയും ദ ഹോൾ സ്ക്വയർ വരും, ഇവിടെയും ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് n² വരും. n/4 the whole square എങ്ങനെ വരും? n/4 the whole square എന്ന് പറഞ്ഞാൽ n²/16, അങ്ങനെ 4, റൈറ്റ്? സോറി, 4 അല്ല 3 അല്ലേ? 3 ഒന്നും അല്ലല്ലേ? ഓക്കെ, 3 n²/16 ആ വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു യൂണിറ്റ് എന്താ? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് n²/16, അതിന്റെ സ്ക്വയർ. അങ്ങനെ n²/16 the whole square. അങ്ങനെ എത്ര യൂണിറ്റ്സ് വരും? 9 എണ്ണം വരും. 9 ഇൻറ്റു n²/16 the whole square. So it will be whole square, correct? 9 into n²/16 the whole square. Okay. ഈ 9നെ വീണ്ടും നമുക്ക് 3² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ 9നെ വേണമെങ്കിൽ ഈ 3നെ വേണമെങ്കിൽ അകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ലെവലിലും കിട്ടുന്ന ആൻസർ എങ്ങനെയാന്ന് വെച്ചാൽ, n² പ്ലസ് 3n²/16 പ്ലസ് 3n²/16 the whole square പ്ലസ്, അപ്പം അടുത്ത ലെവൽ എങ്ങനെയായിരിക്കും? 3n²/16 the whole സ്ക്വയറിന്റെ സ്ക്വയർ, റൈറ്റ്? ക്യൂബ്, അങ്ങനെയല്ലേ പോന്നേ? ഇതിങ്ങനെ പോവും, എക്സെട്ര അപ് ടു k വരെ പോവും, റൈറ്റ്? സോ ഇതിൽ നിന്ന് 3n².
n square common ആയിട്ട് വെളിയിൽ എടുക്കാം, which will be n square into 1 plus 3 by 16 plus 3 by 16 the whole square plus 3 by 16 the whole cube plus etc. Right? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് ഒരു ജോമെട്രിക് ഇക്വേഷൻ പോലെയല്ല. ജോമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂബ് ഇങ്ങനെ പോകും, റൈറ്റ്? ഇനി ഇതിന്റെ സം എന്തുവാ ഇക്വേഷൻ? ഇതിന്റെ സം ഓഫ് എൻ ജോമെട്രിക് സീരീസിന്റെ വാല്യൂ എന്തോ 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ് ആർ, റൈറ്റ്? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 3 by 16 the whole square by 1 minus 3 by 16. ഇത് വേണമെങ്കിൽ വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാം. ബട്ട് ഞാൻ ഇതിൽ ഡയറക്റ്റ്ലി ബിഗ് ഒ അപ്ലൈ ചെയ്യാൻ പോണ്. ബിഗ് ഒ അപ്ലൈ ചെയ്താൽ ഈ സാധനം ഫുള്ളായിട്ട് കോൺസ്റ്റന്റ് അല്ലേ, അത് ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ബിഗ് ഓഫ് എൻ സ്ക്വയർ. ഇനി ക്വസ്റ്റ്യൻ എടുത്തത് ഈ എൻ സ്ക്വയർ കാരണമാണ്. ഓക്കെ, ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ എപ്പോഴും എൻ സ്ക്വയർ ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് എൻ സ്ക്വയർ വർക്ക് നമ്മൾ ഓരോ ലെവലിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ സ്ക്വയർ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഹോപ്പ് ദിസ് ഈസ് ഓൾസോ ക്ലിയർ. അടുത്ത ടോപ്പിക് അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി. എന്തുവാണ് അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി? ചില ആപ്ലിക്കേഷൻസ്, ചില അൽഗോരിതംസ് നമ്മൾ എഴുതുമ്പോൾ അത് നോർമലി അത് വന്നിട്ട് കോംപ്ലിസിറ്റി കുറവായിരിക്കും. പക്ഷെ ഒക്കേഷണലി ചില പ്രോസസ്സ്, അതിനകത്തുള്ള ചില പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ മാത്രം അത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് തോന്നാം. പക്ഷെ എപ്പോഴും നമ്മൾ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വേർസ്റ്റ് കേസ് അനലൈസ് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്തെന്ന് പറയും, ദേ ആർ വെരി കോംപ്ലെക്സ്, അത് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും, റൈറ്റ്? അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി ഈസ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഓക്കെ, സോ amortized complicity is a way to analyze the average cost per operation. Okay, ഒരു number of sequences ഉണ്ട്, അതിന്റെ average cost per operation, even if some individual operations are expensive, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേ ആണ് amortized complicity. So it is a way to analyze the average complicity for a set of applications or set of operations. ഇതിൽ ചില ഓപ്പറേഷൻസ് വന്നിട്ട് ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും, പക്ഷേ നോട്ട് ഓൾ വുഡ് ബി കോംപ്ലെക്സ്. സോ നമ്മൾ എല്ലാം ചുമ്മാ വേഴ്സ്റ്റ് കേസ് അങ്ങ് പറയുവാണെങ്കിൽ എന്ത് പറ്റും? ഇത് ഭയങ്കര കോംപ്ലെക്സ് ആണെന്ന് തോന്നി അൽഗോരിതംസ് മാറ്റി നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ഒറ്റ ഓപ്പറേഷന്റെ കോംപ്ലിസിറ്റി അല്ല, പകരം ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ടുഗദർ എടുത്തിട്ട് അതിന് എത്ര കോംപ്ലിസിറ്റി വരും എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് പറയും. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസേർട്ടിങ് ഇൻറ്റു എ ഡൈനാമിക് അറേ. ഇൻസേർഷൻ വന്നിട്ട് ബിഗ് ഓഫ് 1 ടൈം ആണ്. പക്ഷെ ഒക്കേഷണലി നമ്മൾ അതിനെ റീസൈസ് ചെയ്യേണ്ടി വരും, റൈറ്റ്? ചിലപ്പോൾ നമ്മൾ ലാസ്റ്റിലൊക്കെയാണ് ഇടുന്നതെങ്കിൽ അത് ബിഗ് ഓഫ് 1 തന്നെ നിൽക്കും. പക്ഷെ ഇടയിലൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ റീസൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലിസിറ്റി എന്ത് പറ്റും? ബിഗ് ഓഫ് n ആയിട്ട് മാറും. പക്ഷെ അത് ഒക്കേഷണൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ അമോർട്ടൈസ്ഡ് അനാലിസിസ് വയ്ക്കുവാണെങ്കിൽ നമ്മൾ റീസൈസ് ചെയ്താലും നമ്മുടെ ആവറേജ് കോസ്റ്റ് പെർ ഇൻസേർട്ട് എന്തായിരിക്കും? ബിഗ് ഓഫ് 1 ആണ്. സോ വി വിൽ ഷോ ദാറ്റ് ദി അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി ഓഫ് ദിസ് അൽഗോരിതം ഇൻസേർഷൻ ഇൻടു എ ഡൈനാമിക് അറേ ഈസ് ബിഗ് ഓഫ് 1. ബിഗ് ഓഫ് 1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അപ്രോച്ചബിൾ ആണെന്ന് തോന്നുന്നു. ബിഗ് ഓഫ് n ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാതെ പോയെന്ന് വരും. ദി കീ ഐഡിയ ബിഹൈൻഡ് ദി അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി എന്തുവായിരിക്കും? To spread the expensive operation among many cheap ones. ഒരുപാട് ചീപ്പ് വൺസിന്റെ ഇടയിൽ കുറച്ച് എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ ഇരുന്നാലും നമ്മൾ കണ്ടില്ല എന്നടിക്കും, നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യും, റൈറ്റ്? ആ ഒരു സാധനം നമ്മുടെ അൽഗോരിതത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി യൂസ് ചെയ്തത്. ഇനി അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ടെക്നിക്സ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഗ്രിഗേറ്റ് മെത്തേഡാണ്. അഗ്രിഗേറ്റ് ഉണ്ട്, അക്കൗണ്ടിങ് മെത്തേഡ് ഉണ്ട്, പൊട്ടൻഷ്യൽ മെത്തേഡ് ഉണ്ട്. മെയിൻലി 3 മെത്തേഡ്സ് ഉണ്ട്. അഗ്രിഗേറ്റ് മെത്തേഡ് അമോർട്ടൈസ്ഡ് കോംപ്ലിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൊത്തം 3 മെത്തേഡ്സ് ഉണ്ട്. അഗ്രിഗേറ്റ് മെത്തേഡ് ഫസ്റ്റ് വൺ ആണ് അഗ്രിഗേറ്റ്.
അഗ്രിഗേറ്റ് മെത്തേഡ്. ഇപ്പൊ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തുവാണ് മനസ്സിലാവുമല്ലോ. എന്തുവാ ചെയ്യുന്നത്? അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അഗ്രിഗേറ്റ് വാല്യൂ കണ്ടുപിടിക്കും, ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും, റൈറ്റ്? ഇപ്പോൾ 4 ഓപ്പറേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, 4 ഇൻസേർട്ട് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തു. ഓരോന്നിന്റെ കോസ്റ്റ് വന്നിട്ട് 111. ഓക്കെ, 4 ഇൻസേർട്ട് ഓപ്പറേഷൻസ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ ഓരോന്നിന്റെ കോസ്റ്റ് വന്നിട്ട് 1131 ആണെന്ന് വിചാരിക്കുക. നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അഗ്രിഗേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ചെയ്യും. So that's it. So the total cost will be approximately equal to big of n, right? n insert ഉണ്ടെങ്കിൽ approximately അത് ബിഗ് ഓഫ് എന്നിന് അടുത്തായിരിക്കും എന്ന് പറയും. കാരണം ഇവിടെ മെജോറിറ്റി ഓഫ് ദ വൺസിൽ പോകും, 1-2 ഇങ്ങനെ ഹയർ വാല്യൂസ് കിട്ടിയെന്ന് വരുള്ളൂ. അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി ബിഗ് ഓഫ് n തന്നെ വരാം ടോട്ടൽ കോസ്റ്റ്. പക്ഷെ നമ്മൾ അമോർട്ടൈസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാം കൂടെ എന്ത് പറയും? വിച്ച് വിൽ ബി ഈക്വൽ ടു ബിഗ് ഓഫ് 1 എന്ന് പറയും. അമോർട്ടൈസ്ഡ് ടൈം കോംപ്ലക്സിറ്റി ആണെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ വാല്യൂ ബിഗ് ഓഫ് 1 ആണെന്ന് അസ്യൂം ചെയ്യും. ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 1 + 2 5 6/4 വരും, വിച്ച് ഇസ് 3/2, which is approximately equal to 3/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 1 point സംതിങ്ങിൽ വരുന്നു, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബിഗ് ഓഫ് 1 തന്നെയാണ്. അപ്പോൾ ഓരോ ഇൻസേർട്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 തന്നെയാണ് വാല്യൂ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും അമോർട്ടൈസ്ഡ് കോംപ്ലക്സിറ്റി പെർ ഓപ്പറേഷൻ ഇസ് ബിഗ് ഓഫ് n ഇൻ ദിസ് കേസ്. അടുത്ത ടെക്നിക്കാണ്, ഇത് ഫസ്റ്റ് ടെക്നിക്കാണ് അഗ്രിഗേറ്റ്. അടുത്ത ടെക്നിക്കാണ് അക്കൗണ്ടിങ് മെത്തേഡ്. അക്കൗണ്ടിങ് മെത്തേഡ് നമ്മുടെ ബാങ്കേഴ്സ്, അക്കൗണ്ടിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബാങ്കേഴ്സിനെയൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്, റൈറ്റ്? അപ്പോൾ ഇതിന് വേറൊരു പേരും ബാങ്കേഴ്സ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അപ്രോച്ച്? എനി ഐഡിയ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓപ്പറേഷൻസിനും ഒരു ആർട്ടിഫിഷ്യൽ കോസ്റ്റും കൊടുക്കാം. അപ്പം ലോ കോസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിന് നമ്മളൊരു വില കൂട്ടി എന്ന് പറയും, നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കണക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് ചെയ്യും. വില കൂടിയ ഐറ്റത്തിന് നമ്മൾ വന്നിട്ട് നമ്മളിപ്പോൾ സേവ്ഡ് കാർഡ്സ് കൂപ്പൺസ് ഉപയോഗിക്കുന്നത് കണക്ക് വിലയൊന്ന് കുറച്ച് കാണിക്കും, ഇടിച്ച് കാണിക്കും. സോ ഫൈനലി നമുക്ക് സം ടോട്ടൽ കിട്ടുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബിഗ് ഓഫ് 1 എന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സോ ദിസ് ഇസ് എ വേ where we artificially assigns artificial cost to the operations. ഓപ്പറേഷൻസിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് കോസ്റ്റ് ആഡ് ചെയ്യും. ചീപ്പ് ഓപ്പറേഷൻസിന് എക്സ്ട്രാ ക്യാഷ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കാണിക്കും, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ്റെ കോസ്റ്റ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കാണിക്കും. അടുത്ത മെത്തേഡാണ് പൊട്ടൻഷ്യൽ മെത്തേഡ്. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊട്ടൻഷ്യൽ മെത്തേഡ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ഫംഗ്ഷൻ ദർ. പൊട്ടൻഷ്യൽ മെത്തേഡിൽ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ഫംഗ്ഷൻ കോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മുടെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ആക്ച്വൽ കോസ്റ്റ്, നമുക്ക് കിട്ടിയ ആക്ച്വൽ കോസ്റ്റ് പ്ലസ് നമ്മുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇതെന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നടക്കാവുന്ന വർക്ക്, അത് ഇപ്പോഴത്തെ കോസ്റ്റ് പ്ലസ് ഇതെന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നടക്കാവുന്ന കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ടുഗദർ വിൽ റെപ്രസെന്റ്സ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എത്രത്തോളം ഡീവിയേഷൻസ് വരാം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് എനിക്ക് വലിയ ഡീവിയേഷൻ ഇല്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഇത് കാരണം ഒരു റീഷഫ്ലിംഗ് ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്യൂച്ചറിന്റെ കോസ്റ്റും കൂടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഫംഗ്ഷൻ അത് ഇക്വേഷൻ അത് കൊടുത്ത് കറണ്ട് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് പൊട്ടൻഷ്യൽ ടെക്നിക്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഡൈനാമിക് അറേയിൽ വെൻ അറേ ഇസ് ഫുൾ ആകുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ ലാംഗ്വേജസിലും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡബിൾ സൈസുള്ള ഒരു അറേ അലോക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോഴുള്ള അറേനെ അതേപോലെ കോപ്പി ചെയ്യും. ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ടൈം കോംപ്ലക്സിറ്റി? അറേയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ n എലമെന്റ്സിനെ കോപ്പി ചെയ്യണം, റൈറ്റ്? അപ്പോൾ ബിഗ് ഓഫ് n ആയിരിക്കും, റൈറ്റ്? പക്ഷെ ഇത് ഉണ്ടാവുന്നത് എപ്പോഴാണ്? റെയർ ആയിട്ടാണ്, അല്ലേ? അറേ ഫിൽ ആയാൽ മാത്രമേ നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടോട്ടൽ കോപ്പിയിങ് കോസ്റ്റ് ഓവർ n ഇൻസേർട്സിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് വെച്ചാൽ
ഒറ്റ വാല്യൂ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം, 2 വാല്യൂ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം കോപ്പി ചെയ്യണം, 4 വാല്യൂ ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം കോപ്പി ചെയ്യണം. അങ്ങനെ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഒരു n നമ്മൾ ആഡ് ചെയ്ത് പോകും, ആ നമ്പർ ആഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടും ദാറ്റ് ഇസ് 1 + 2 + 3 + എക്സെട്ര അപ് ടു n എന്നായിരിക്കും big of n into n + 1/2 which is finally big of n തന്നെയാണ്. സോ ഇവിടെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ഓഫ് n, അത് n സാധനങ്ങളുടെ കോസ്റ്റ് ആണ്, ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും. Got it? So that's all about amortized complicity. ഇത് കുറച്ച് തിയറി ആണ്, 2 പ്രാവശ്യം ഒന്ന് വായിക്കുക, എക്സാമ്പിൾസ് വായിക്കുക. പരീക്ഷയ്ക്ക് മിക്കവാറും 3 മാർക്സിനൊക്കെ തിയറി പാർട്ട് ചോദിക്കത്തേ ഉള്ളൂ. സോ തിയറി ഡെഫിനിഷൻ പഠിക്കുക, കുറച്ച് എക്സാമ്പിൾസ് പഠിക്കുക, ഇനി കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക.